അതിന്റെ തുടങ്ങാം നമുക്ക്. ഹെഡ്സെറ്റ് ഒന്ന് വെച്ചടാ, ക്ലിയറിൽ നോക്കി. ചാപ്റ്റർ 4 ഇൻവെന്ററീസ്. എന്താണ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ അതൊരു അസറ്റാണ്. എന്ത് അസറ്റാ? കറണ്ട് അസറ്റാണ്. നമ്മൾ ഫ്രീക്വന്റ് റവന്യൂവിന് വേണ്ടി യൂസ് ചെയ്യുന്ന കറണ്ട് അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻവെന്ററി എന്ന് പറയാം. ഇതിൽ ടൈപ്പ് ഓഫ് ഇൻവെന്ററി റോ മെറ്റീരിയൽ ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ് ഉണ്ട്, സ്റ്റോർ, സ്പെയർ, പാക്കിംഗ് മെറ്റീരിയൽ, ഇതൊക്കെ എന്താ? ഇൻവെന്ററി തന്നെയാണ്. ട്രേഡിംഗ് കൺസേണിൽ എന്താ ഇൻവെന്ററി? ട്രേഡഡ് ഗുഡ്സ് അവർ മേടിച്ച് വിൽക്കും. ഫിനിഷ്ഡ് ഗുഡ് തന്നെയാണ് അവർ എന്ത് ചെയ്യുക? മേടിച്ച് ജനറലി വിൽക്കാം. ഈ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്, നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിലാണ് എന്തൊക്കെ വരണേ? ഫിഫോ, ലിഫോ വരണേ, വെയിറ്റഡ് ആവറേജ്. ഇതിൽ ഈ ലിഫോ നമ്മൾ ഇന്ത്യസ് പ്രകാരം AS പ്രകാരം ഉപയോഗിക്കുന്നതല്ല. പക്ഷെ നമുക്ക് കോസ്റ്റ് കമ്പ്യൂട്ടേഷനിൽ പഠിക്കാനുണ്ട് ഇതാണെങ്കിലും. പിന്നെ ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഇങ്ങോട്ട് വരുന്ന സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വന്ന സാധനങ്ങളുടെ വിലയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ലിഫോയോ ലാസ്റ്റ് വന്ന സാധനം ആദ്യം വിൽക്കണം. ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സുകളിലൊക്കെ നമ്മൾ എന്താണ് ജനറലി ഉപയോഗിക്കുക? ലിഫോയാണ് ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിലല്ല, പുറത്തൊക്കെ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ജോയ ലുക്കാസ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് പറഞ്ഞത്. മിനിഞ്ഞാന്ന് വന്നിട്ടുള്ള ഫോബ്സ് ലിസ്റ്റ് പ്രകാരം. എനിക്ക് അതിന് മുമ്പ് യൂസഫ് അലി ആയിരുന്നു. എന്തുകൊണ്ടായിരിക്കും ജോയ ലുക്കാസിൽ ഇത്ര കയറിയത്? ലാസ്റ്റ് ഫസ്റ്റ് ഔട്ട് അല്ല ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഇന്ത്യയില് ഫിഫോയാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പൊ ഇത്രയും സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് വിറ്റിട്ടുള്ള സ്വർണം മുഴുവൻ പഴയ സ്വർണം വിറ്റ പോലെയാണ്, പഴയ വിലയിൽ വിറ്റ പോലും കാണിക്കുക. എന്നിട്ട് ലാസ്റ്റ് പിന്നായിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററിയുടെ വാല്യുവേഷനിൽ ഏറ്റവും അവസാനം മേടിച്ചിട്ടുള്ള സ്വർണത്തിന്റെ വിലയിൽ നിൽക്കാം. സ്വർണത്തിന്റെ വില അത്രയും ക്ലോസിംഗ് സ്റ്റോക്ക് അവരുടെ വാല്യൂ കയറിയതുകൊണ്ടാണ് എന്തായത്? ജോയ ലുക്കാസ് വെട്ടിച്ചു പോയതിപ്പോ ആരെ? യൂസഫ് അലീനെ അല്ലേ? അപ്പൊ ലിഫോ, പിന്നെന്താ? വെയിറ്റഡ് ആവറേജ്. ഇതൊക്കെ എന്താ? ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഈ മെത്തേഡുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ മെത്തേഡല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു പടം വരയ്ക്കുന്ന ആളെ പിക്കാസോ ആണെന്ന് വിചാരിക്കും. പിക്കാസോ പടം വരയ്ക്കുകയാണ് ഒരാളുടെ. അപ്പോ ആ ഒരാളുടെ പടം ഞാൻ സ്പെസിഫിക്കലി വരയ്ക്കുന്ന സാധനം നിഹാലിന്റെ പടം വരച്ച അതേ കാശിനാണോ അസ്നയുടെ പടം വരച്ചത് വിൽക്കുക? അല്ല, അതൊരു സ്പെസിഫിക് ഇത് വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുക. അവർക്ക് വേണ്ടി കസ്റ്റം ചെയ്തിട്ടുണ്ടാക്കണം. ചില കാറുകളൊക്കെ കസ്റ്റം ചെയ്ത് മോഡിഫൈ ചെയ്ത് നമ്മൾ ഇഷ്ടം പ്രകാരം ആക്കിയിട്ട് ഓരോന്നിനും അതിന്റെ സ്പെസിഫിക്കലി ഐഡന്റിഫൈ ചെയ്യണം. അല്ലാണ്ട് ഫിഫോ ലിഫോ ഒന്നും വെച്ച് ചെയ്യരുത്. ആദ്യം പടം വരച്ചത് ഇതാണ്, അപ്പൊ ഇതിന് ഇത്ര കാശ്. രണ്ടാമത് പടം വരച്ചത് ഇതാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് വിൽക്കുക. അല്ല, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് പറയുന്നത്. ആർട്ട് വർക്ക് ഒക്കെ അതിൽ പെടും. പിന്നെ അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ആണ് നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിൽ പറയണത്. സെല്ലിംഗ് പ്രൈസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് ഇൻവെന്ററി വാല്യുവേഷൻ? ഇതിൻ AS2 പ്രകാരമുള്ള ഒരു ഇൻവെന്ററി വാല്യുവേഷൻ ആണ്. എന്താ? കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ചെവർ ഈസ് ലോവർ. ഇതിൽ ഈ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പോലെ ലിഫോ, ഫിഫോ, വെയിറ്റഡ് ആവറേജ് അങ്ങനത്തെ മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കണേ. ഇൻവെന്ററി എന്താണെന്നുള്ള ഡെഫിനിഷൻ ആണ്. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇൻവെന്ററി സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറയണത്. ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എപ്പോഴും എങ്ങനെയാണ് വാല്യൂ ചെയ്യുക? ഫിസിക്കലി കൗണ്ട് ചെയ്യും, എന്നിട്ടാണ് വാല്യൂ ചെയ്യുക. ഇത് എവിടേക്കൊക്കെ പോവും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും പോവും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും പോകും. അപ്പൊ ട്രേഡിംഗ് ഇൻവെന്ററി അക്കൗണ്ട് ഇൻവെന്ററി എന്നുള്ള പോലെ എൻട്രി വരും. ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ പോവും? ട്രേഡിംഗ് അക്കൗണ്ടില്. അപ്പൊ ഒരു ക്രെഡിറ്റ് സൈഡ് എങ്ങനെ പോവാ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പോണില്ലേ? ഡെബിറ്റ് സൈഡ് ഒരു അസറ്റ് സൈഡ് എങ്ങനെ പോവും? ബാലൻസ് ഷീറ്റില് അസറ്റ്സിലും പോകുന്നുണ്ട്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്ട് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. അതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമ്മൾ വിറ്റ സാധനത്തിന്റെ വില. ഇനി ക്ലോസിംഗ് ഇൻവെന്ററി കൂടി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കൂടും? ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടും. ഈ സെന്റൻസ് മാത്രം കാണാപ്പാടം പഠിച്ചാൽ മതി. എന്താ ഉണ്ടാവുക? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ഇൻകം കൂടും. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ഇൻകം കൂടും. കാരണം എന്താ? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നു വേണ്ട. അല്ല, കാണാപ്പാടാണ് പഠിക്കണ്ടേ. അയ്യോ, പെറ്റി കൂടി. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട് അല്ലെ? പർച്ചേസസ് ഉണ്ട്. ഇവിടെ 100. എന്തൊക്കെയാ? ഓപ്പണിങ്, പർച്ചേസ്, സെയിൽസ്, എത്ര വരും? ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും? 550. റെഡ് സുഖല്യ?
ഫ്ലൂറസെന്റ് വെച്ചാലേ ഓക്കെ. ഓപ്പണിങ്, പർച്ചേസ്, ക്ലോസിങ്, ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും? 300 അല്ലേ? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് 300 എന്നുള്ളത് 200 എന്നുള്ളത് 600 ആയിന്ന് വിചാരിക്കും. അപ്പൊ എന്താവും? ഇവിടെ 900 അതില്, ഇവിടെ എന്താവും? 700 ആവില്ലേ? അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയ ഗ്രോസ് പ്രോഫിറ്റ് കൂടും. അത് മാത്രം കാണാപ്പാടം പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ ഓപ്പോസിറ്റ് 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 എന്ന് പഠിക്കുക. കാരണം എന്താ? അതാണ് ഏറ്റവും എളുപ്പം. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ലാഭം കൂടും, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ലാഭം, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ലാഭം, ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാലോ ലാഭം കുറയും. ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടിയാലോ? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയ ലാഭം കൂടും, അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടിയ ലാഭം കുറയും. ഓപ്പണിംഗ് സ്റ്റോക്ക് കുറഞ്ഞാലോ? മൈനസ് മൈനസ് പ്ലസ് പ്ലസ് നൽകി. ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് ആണ്, കൂടി കഴിയുക എന്നുള്ളത് പ്രോഫിറ്റ് ആവുന്നുള്ളത് പ്ലസ് ആണ്, ലാഭം കൂടും, ഈക്വൽ ടു പ്ലസ്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു കഴിഞ്ഞാലോ? പ്ലസ് മൈനസ് വന്നു, അപ്പൊ ഉത്തരം എന്താ? മൈനസ്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടിയാലോ? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളത് മൈനസാ, കൂടെ എന്നുള്ളത് പ്ലസ്, മൈനസ് പ്ലസും മൈനസ്. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസാ, കുറയാന്നുള്ളത് മൈനസാ അല്ലെ? രണ്ട് മൈനസ് കൂടുമ്പോഴും പ്ലസ്. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടും പ്ലസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കുറഞ്ഞു പ്ലസ്. ബാക്കി രണ്ടും ഏത് കോമ്പിനേഷനിൽ വന്നാലും മൈനസ്. ലാഭമല്ല, നഷ്ടമാണ് ഉണ്ടാവും. അങ്ങനെ കാണാപ്പണം പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് പ്രോഫിറ്റ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഐഡിയൽ റേഷ്യോ 2:1 ആണ് കറണ്ട് അസറ്റ് ടു കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് എങ്ങനെയൊക്കെയാണ് എവിടെ കാണിക്കേണ്ടത് എന്നുള്ളതായിരിക്കും. അതൊന്നും നിങ്ങൾക്ക് ചോദ്യത്തിൽ വരാറില്ല. ബേസിസ് ഫോർ ഇൻവെന്ററി വാല്യുവേഷൻ നമ്മൾ എന്തൊക്കെ കൂട്ടും എന്നുള്ളതാണ്. പർച്ചേസ് കൂട്ടും, കോസ്റ്റ് ഓഫ് കൺവേർഷൻ കൂട്ടും, പിന്നെ ഇൻവെന്ററിയുടെ അതർ പൊസിഷനിലുള്ളത് കൂട്ടും. എന്തൊക്കെയാണ് ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ? ഇത് ചെറുതായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാറുണ്ട്. നോൺ റീഫണ്ടബിൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. GST എന്തായിരുന്നു? റീഫണ്ടബിൾ ആയിരുന്നു, നോൺ റീഫണ്ടബിൾ ആയിരുന്നു? നമ്മൾ ശരിക്കും GSTയുടെ എൻട്രി പഠിച്ചില്ലേ? അത് റീഫണ്ടബിൾ അല്ലേ? നമ്മൾ അവിടേക്ക് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അത് റീഫണ്ടബിൾ ടാക്സ് പോലെയല്ലേ? അങ്ങനെയാണെങ്കിൽ അതെന്താ? റീഫണ്ടബിൾ ആണെങ്കിൽ എന്താ? വാല്യൂയിൽ കൂട്ടരുത്. അതായത് നമ്മൾ 10,000 രൂപയുടെ ഗുഡ്സ് മേടിച്ചു, അവിടെ നമ്മൾ 2,000 രൂപ GST അടച്ചു, പിന്നെ 20,000 വിറ്റു, 4,000 രൂപ നമുക്ക് GST കിട്ടി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ക്ലെയിം ചെയ്ത് ഇവിടെ 2,000. അപ്പൊ ഇൻവെന്ററിയുടെ വില 12,000 ഇടണ്ടാന്ന് 10,000 ഇട്ടാൽ മതിയെന്ന്. അത്രല്ലേ ചെലവ് വരുന്നുള്ളൂ. ക്ലിയർ ആണോ? ഇവിടെ വെറുതെ GST ക്വസ്റ്റ്യനില്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനില് GST കാണിക്കുമ്പോൾ പഴയ ക്വസ്റ്റ്യനുകളിൽ നിന്ന് എടുത്തിട്ടുള്ള കാരണം അവര് നോൺ റീഫണ്ടബിൾ ആണെന്നുള്ള പോലെ തന്നെ എടുക്കാം. മിക്കവാറും 99% ക്വസ്റ്റ്യനുകളിൽ എന്ത് പറയും? റീഫണ്ടബിൾ ആണോ നോൺ റീഫണ്ടബിൾ ആണോ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതുപോലെ എടുത്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസംഷൻ ഇടാം. ക്ലിയർ ആണോ? ടെക്സ്റ്റിലെ ചില ചോദ്യങ്ങളിലൊക്കെ GSTനെ നോൺ റീഫണ്ടബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ടെക്നിക്കലി സ്പീക്കിംഗ് എന്താണ്? GST റീഫണ്ടബിൾ ആണ്, റീഫണ്ടബിൾ ആണ്. GST റീഫണ്ടബിൾ ആണെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നില്ലേ? അതൊരു റീഫണ്ട് ചെയ്യുന്ന നേച്ചറിനല്ലേ? റൈറ്റ് ഇൻവേർഡ് ഇങ്ങോട്ട് വരുമ്പോ കൂട്ടണ്ടേ? അതർ എക്സ്പെൻസസ് ഡയറക്ട്ലി ഇൻക്ലൂഡ് ചെയ്യണം. ഇനി റീഫണ്ടബിൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണെങ്കിലോ ഒഴിവാക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ഒഴിവാക്കാം, റിബേറ്റ് ഡ്യൂട്ടി ഡ്രോബാക്ക് ഒഴിവാക്കാം, അതർ ഐറ്റംസ് ഡിഡക്റ്റഡ് ഇൻ ഡിറ്റർമൈനിങ് പ്രൈസ് ഓഫ് ഇൻവെന്ററി ഒഴിവാക്കാം. ഇനി അതർ കോസ്റ്റുകൾ, കോസ്റ്റ് ഇൻകേർഡ് ടു ബ്രിങ് ദ ഇൻവെന്ററി ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ്, ബോറോയിങ് കോസ്റ്റ്, വലിയ പ്രൊഡക്റ്റ് ഉള്ള ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ വൈൻ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ലോങ് കുറെ നാൾ എടുത്തു വെക്കണ്ടേ വൈൻ, എന്നാലല്ലേ വൈനാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യാം? ഇൻവെന്ററിയുടെ വാല്യുവേഷനിൽ കൂട്ടാം. ജനറലി അതിന് അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ട വൈന്, റൈസ്, ടിമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇൻട്രസ്റ്റ്, ബോറോയിങ് കോസ്റ്റ് ജനറലി നമ്മൾ എന്ത് ചെയ്യും? എക്സ്ക്ലൂഷൻസിലാണ് വരുന്നത് ജനറലി. പക്ഷെ ചില സാധനങ്ങളുടെ ബോറോയിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂട്ടും. വൈനോ അങ്ങനെ പ്രൊഡക്റ്റിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇനി എക്സ്ക്ലൂഷൻസ്, ഇതും പ്രധാനപ്പെട്ടതാണ്. അബ്നോർമൽ ലോസുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ക്ലിയർ? അടുത്തത് സ്റ്റോറേജ് കോസ്റ്റ് എന്ത് ചെയ്യണം? ഇത് നെസസറി ആണെങ്കിൽ, അതായത് ഇപ്പൊ വൈൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ അത്യാവശ്യമാണ്. അതുപോലെ ചില സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ അത്രയും നാൾ എടുത്തു വെക്കണം എന്നുള്ളത് എന്താണ്? മാൻഡേറ്ററി ആണ്. അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോറേജ് കോസ്റ്റ് കൂട്ടാം. അല്ലാണ്ട് നമ്മളുടെ കൂടെ വെറുതെ കെട്ടിക്കെടുക്കാണെന്ന് വിചാരിക്കുക, അങ്ങനെ കൂട്ടാൻ പെടും ഇല്ല. അതൊരു അബ്നോർമൽ കോസ്റ്റ് പോലെയാണ് അവിടെ.
ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ത് ചെയ്യണം? കൂട്ടണോ? വേണ്ട, എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടണോ? വേണ്ട, എക്സ്ക്ലൂഡ് ചെയ്യണം. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താ? ഇന്നത്തെ പ്രസന്റ് മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുപോയി വിൽക്കുമ്പോൾ നമുക്ക് ഈ നെറ്റ് കിട്ടുന്ന കാശിനെ നമ്മൾ എന്ത് പറയാ? നെറ്റ് റിയലൈസബിൾ വാല്യൂ. വിൽക്കാനും വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും? 50,000 രൂപ കിട്ടും. തിരിച്ചു മേടിക്കുമ്പോൾ അല്ല, അത് വിൽക്കാൻ വേണ്ടിയിട്ട് 2,000 രൂപ ചെലവുണ്ട്. അപ്പൊ എത്ര നെറ്റ് റിയലൈസബിൾ വാല്യൂ? 50,000 മൈനസ് 2,000 48,000 ആണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇതൊക്കെ ഇനി പഠിക്കാനുള്ളൂ. ഇനി ഇൻവെന്ററി റെക്കോർഡ് സിസ്റ്റം, പീരിയോഡിക് സിസ്റ്റം, പെർപെച്വൽ സിസ്റ്റം. ഇത് തിയറി പോയിന്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ നോട്ട്സ് എടുത്തത് തന്നെ. അല്ലെങ്കിൽ നമ്മളിത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് 31 മാർച്ചിന് കടയൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫിസിക്കലി കൗണ്ട് ചെയ്യണതിനാണ് നമ്മൾ എന്താ പറയാ? പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയാം. പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലാ ദിവസവും ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എപ്പോഴും നമ്മൾ ഈ കോസ്റ്റ് റെക്കോർഡ്സ് വെച്ചിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് നമ്മൾ സെപ്പറേറ്റ് കട അടച്ചിട്ട് വെയിറ്റ് നോക്കണ്ട, എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ത്രൂ ഔട്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റില് ഇപ്പോ ബ്രെഡ് ഒരു 10 പാക്കറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് ഒരു 8 പാക്കറ്റ് ബ്രെഡ് ബില്ലടിക്കില്ലേ? അപ്പോഴേ അപ്പുറത്തെ ആൾക്കാര് 8 പാക്കറ്റും കൂടി കൊണ്ടുവന്നിട്ട് ഇത് അതായത് 8 പാക്കറ്റ് ആവുമ്പോഴാണ് ഇത് കൊണ്ടുവയ്ക്കണം എന്നുള്ള ഇത് കൊടുക്കുക. അപ്പോഴേക്കും ഇവര് വെക്കണം നേരത്തേക്ക് ആകുമ്പോഴേക്കും 2 പാക്കറ്റ് കൂടി പോയാലോ? അപ്പൊ അങ്ങനെ ലീഡ് ടൈം എന്നൊക്കെ പറയാം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരു 10 പാക്കറ്റോളം കേട്ട് അങ്ങോട്ട് കൊണ്ടുവരും. ഇത് വീണ്ടും അവിടെ 8 പാക്കറ്റ് 9 പാക്കറ്റ് എത്ര പാക്കറ്റാണ് ബാക്കി വെക്കാനുള്ളത് എന്നുള്ളത് അവിടെ ഫില്ല് ചെയ്ത് വെക്കും. തിരിച്ചു പോകും. അപ്പൊ ഇവിടെ പോയിട്ടുള്ള എന്നെ എത്രയാ? 8 പാക്കറ്റ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന നേരത്തെ ഒരു പാക്കറ്റും കൂടി പോയിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് കൺഫേം ചെയ്തു. എന്നിട്ട് ബാക്കി 9 പാക്കറ്റ് നമ്മളോട് റീഫിൽ ചെയ്തു. അപ്പൊ പോയത് ആകെ 9 പാക്കറ്റ് ആണ്. നമുക്ക് അവിടെ എഴുതി വെച്ചു. നമ്മൾ ഇമ്മീഡിയറ്റ്ലി എപ്പോഴും ത്രൂ ഔട്ട് ഇങ്ങനെ നമ്പർ എണ്ണിക്കൊണ്ടിരിക്കില്ലേ? അതിനാണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് കൊണ്ട് എന്താണ്? ചെലവ് കൂടുതലായിരിക്കും കുറവായിരിക്കും? വളരെ 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 കൂടുതലായിരിക്കും. ഇനി periodic inventory system is a method of ascertaining inventory by taking an actual physical count of all the inventory items on hand at a particular date on which inventory is valued. It is because of actual physical count that the system is also called physical inventory system. എങ്ങനെയാണ് ഇതിന്റെ ഇൻവെന്ററി വാല്യുവേഷൻ വരാം? എല്ലാത്തിനും ഈ വാല്യുവേഷൻ സെയിം ആ. ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്തുവരെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരാം. പക്ഷേ ഇതിൽ ഏത് കണ്ടുപിടിക്കണമെന്നനുസരിച്ചിരിക്കും. ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്ക് അറിയണ്ടാവും, പർച്ചേസസ് നമുക്ക് അറിയണ്ടാവും. ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എന്താ ചെയ്യുക? ഫിസിക്കലി വാല്യൂ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അതിനാണ് നമ്മൾ എവിടേക്ക് എത്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലേക്ക് എത്താം. ക്ലിയർ ആണല്ലോ? ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ട് എടുക്കണം? ഇവിടെ റെസിജ്വൽ ഫിഗർ ആയിട്ട് എടുക്കണം. ബാക്കി വരുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസിജ്വൽ ഫിഗർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഐഡന്റിഫൈ ലോസ് ഓഫ് ഗുഡ്സ് ഡ്യൂ ടു പിൽഫറേജ്, ഡാമേജ് ഓർ ഈവൻ ഫ്രോഡ്. കുറെ ആൾക്കാരെ അവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടത്തിയിട്ട് കാശ് ഗുഡ്സ് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും എത്രയെന്ന്? ഇല്ല. നമ്മൾ ബാക്കി എത്ര ഗുഡ്സ് ഉണ്ടോ അതാണ് വാല്യൂ എന്നുള്ള പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണേ. ഇൻവെന്ററി കൺട്രോൾ പോസിബിൾ ആണോ? അല്ല, നോട്ട് പോസിബിൾ ആണ്. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യണില്ല? കറക്റ്റ് ഇൻവെന്ററിനെ റിഫ്ലക്ട് ചെയ്യണില്ല. നമ്മൾ എണ്ണി നോക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യണുള്ളൂ? റിഫ്ലക്ട് ചെയ്യണുള്ളൂ. എന്താണ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം? സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ഇൻവെന്ററി ബാലൻസ് ഫോർ ഈച്ച് റെസീറ്റ് ആൻഡ് ഇഷ്യൂ. അടുത്തത്, in order to ensure accuracy, perpetual inventory records physical inventory should be checked on compare with recorded balances. Under the system, cost of goods issued is directly determined and inventory of goods is taken as residual figure with the help of inventory ledger in which flow of goods is recorded as continuous basis. The basic feature of the system is the maintenance of inventory ledger to have recorded goods on continuous basis. എങ്ങനെയാ? ഓപ്പണിംഗ് ഇൻവെന്ററി സെയിം തന്നെ, പർച്ചേസ് ഒക്കെ സെയിം തന്നെ. പിന്നെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇല്ലേ, ഇതാണ് നമുക്ക് അറിയണ കാര്യം അല്ലെ? നമ്മൾ എത്ര സാധനമാണ് വിറ്റേന്നുള്ളത് നമ്മുടെ ഇൻവെന്ററി റെക്കോർഡ്സ് കിട്ടില്ലേ? എത്രണ്ണാണ് വിറ്റ് പോയത് അങ്ങനെ കിട്ടില്ലേ? ഇതപ്പൊ നമുക്ക് എന്താ അറിയണ കാര്യമാണ്, എന്താ നോൺ കാര്യമാണ്. അത് വെച്ചിട്ട് ബാലൻസ് ചെയ്യണ സമൗണ്ടാണ് എത്ര വരാ? ക്ലോസിംഗ് സ്റ്റോക്ക് വരാ. ക്ലിയർ അല്ലേ? കാരണം ഇവർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ക്ലിയർ അല്ലേ? പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം മെൻസ് ടു ഓവർകം ദ ലിമിറ്റേഷൻ ഓഫ് പീരിയോഡിക് സിസ്റ്റം. ഇൻവെന്ററി റെസിജ്വൽ ഫിഗർ എന്താണത്? മെയിൻ ലിമിറ്റിംഗ് ഫാക്ടർ എന്താ? ഹൈ കോസ്റ്റ് ആണ്. ഇനി പീരിയോഡിക് ഇൻവെന്ററിയും പെർപെച്വൽ ഇൻവെന്ററിയും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഓക്കെ അല്ലടാ?
എന്താ പീരിയോഡിക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണ് ഇവിടെ എന്താ ബേസ്ഡ് ഓൺ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ആണ്. ഇത് വരും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻവെന്ററി ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ് സോൾഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഇതെന്താ കണ്ടിന്യൂസ് ഇൻഫർമേഷൻ ആണ്. ഡിറ്റർമിൻസ് ഇൻവെന്ററി ടൈപ്സ് അറ്റ് കോസ്റ്റ് സോൾഡ് ഓൺ റെസിജ്വൽ ഫിഗർ. ഇവിടെ എങ്ങനെയാ സോൾഡ് കമ്പ്യൂട്ട്സ് ഇൻവെന്ററി ആസ് ബാലൻസിംഗ് ഫിഗർ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് ഗുഡ്സ് ആസ് ഗുഡ്സ് ഈസ് നോട്ട് ഇൻവെന്ററി ആസ് അസ്യൂംഡ് ടു ബി സോൾഡ്. ബാക്കിയുള്ളതൊക്കെ എന്താ വിറ്റ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല ഫ്രോഡ് കാരണം വരുന്നതോ അല്ലെങ്കിൽ പ്രശ്നം കാരണം വരുന്നതോ. ക്ലോസിംഗ് ഇൻവെന്ററി ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് ഗുഡ്സ് ആസ് ഓൾ അൺസോൾഡ് ഗുഡ്സ് ആർ അസ്യൂംഡ് ടു ബി ഇൻ ഇൻവെന്ററി. അണ്ടർ ദിസ് മെത്തേഡ് ഇൻവെന്ററി കൺട്രോൾ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ എന്താ പോസിബിൾ ആണ്, ക്യാൻ ബി എക്സസൈസ്ഡ്. സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ്. ഇവിടെ എന്താ കോസ്റ്റ്ലിയർ മെത്തേഡ് ആണ്. അടുത്തത് പീരിയോഡിക് ക്ലോസ് ചെയ്യണം ബിസിനസ് അല്ലെ, സ്റ്റോക്ക് ടേക്കിങ്ങിന് വേണ്ടി കട അടച്ചിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ. ഇവിടെ ആവശ്യമുണ്ടോ? വേണ്ട, ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഇനി നോൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡിലാണ് എന്ത് വരുന്നത്, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് വരുന്നത്. ഇതിനാണ് റീറ്റെയിൽ ഇൻവെന്ററി മെത്തേഡ് എന്ന് പറയാം. പിന്നെ വേറെ പേരാണ് എന്ത്, റീറ്റെയിൽ ഇൻവെന്ററി മെത്തേഡ്. യൂസ്ഡ് വൈഡ്ലി ഇൻ റീറ്റെയിൽ ബിസിനസ് ഓർ ദി ബിസിനസ് ഫോർ ഇൻവെന്ററി കംപ്രൈസ് ഓഫ് ഐറ്റം ഇൻഡിവിജ്വൽ കോസ്റ്റ് വിച്ച് ആർ നോട്ട് റെഡിലി അസർട്ടൈനബിൾ. ഓരോന്നിനും ഇൻഡിവിജ്വൽ വില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇൻവെന്ററീസ് ആണ് ലാർജ് numbers of rapidly changing items that have similar margins and for which it is impracticable to use the costing method. ഏതെടുത്താലും 5 രൂപ എന്നൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാം ഒരേ ഐറ്റം ആണോ അവിടെ ഉള്ളത്? അല്ല, 5 രൂപയുടെ പല 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 ഐറ്റങ്ങൾ ഉണ്ടാവാം എല്ലാത്തിന്റെയും. പക്ഷെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ഏകദേശം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ലാണ്ട് ഓരോരോ പ്രൊഡക്റ്റിന്റെ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ എഴുതാനും പറ്റൂ. നമ്മൾ ഈ കളിപ്പാട്ട കടകളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളുടെ പൂരങ്ങള് പെരുന്നാളുകള് ഇതൊക്കെ വരുമ്പോ കണ്ടിട്ടില്ലേ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ആയിരക്കണക്കിന് ഐറ്റങ്ങൾ ഉണ്ടാവും. സാധാരണ നമ്മൾ ഈ ഫിഫോ ലിഫോ ഇതൊക്കെ എങ്ങനെ നമ്മൾ ചെയ്യാറ്, ഒരു ഇന്റർചേഞ്ചബിൾ ഐറ്റം എടുക്കുമ്പോഴല്ലേ. ഇതെന്താ, ചിലപ്പോ ട്രം കാർഡാവും, ചിലപ്പോ വെടിവെക്കണ തീപ്പ് ഇതാവും, പിന്നെ തീപ്പ് മറ്റേ ലേസർ ആവും, പാമ്പും കോണിയാവും, ചെസ് ബോർഡാവും, തോക്കാവും, മറ്റേ ബ്രിക്ക് ഗെയിം ആവും, പല പല സാധനങ്ങൾ പലതും പലതായിരിക്കും. പക്ഷെ എല്ലാത്തിന്റെയും പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പല പല വില ഉണ്ടാവാം, പക്ഷെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഏറെക്കുറെ എനിക്കൊരു 10,000 രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 50% ലാഭം, ആ ഒരു 5,000 രൂപ ലാഭമായിരിക്കും എന്ന് അവർക്ക് മുന്നേ കൂട്ടി വയ്ക്കാം. അത് എല്ലാ സാധനത്തിലും അവർ അങ്ങനെ ലാഭം ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിനാണ് എന്താ പറയാ, അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ റെഡ്യൂസിംഗ് ഫ്രം ദ സെയിൽസ് വാല്യൂ ഓഫ് ദി ഇൻവെന്ററി ആൻഡ് അപ്രോപ്രിയേറ്റ് പെർസെന്റേജ് ഓഫ് ഗ്രോസ് മാർജിൻ. 1% ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. നമ്മളിപ്പോ എത്ര ശതമാനം പറഞ്ഞേ, ദൂരത്തിന് വെക്കണേ 50% അല്ലേ, അതുപോലെ ഇരിക്കും. Clear അല്ലേ? The percentage used takes into consideration inventory which has been marked below its original selling price. Original selling price ക്കാൾ വില കുറച്ചിട്ടാണ് ചെയ്യുക. Calculation of the estimated gross margin of profit may be made for individual items or groups or items or the departments as may be appropriate to circumstances. ചില ഗ്രൂപ്പുകൾക്കായിരിക്കും ചിലത് വെക്കുക. ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഏതെടുത്താലും 100 എന്ന് പറയുമ്പോൾ അവിടെ LED ബൾബ് ആൾക്കാർ ഉരുക്കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവർക്ക് ഓരോ കാറ്റഗറി ഓഫ് സാധനങ്ങൾക്കാണ് എന്ത്, ഓരോ അല്ല, ചില സാധനത്തിന് 5 രൂപ, ചിലതെടുത്ത 10 രൂപ, ചിലതെടുത്ത 20 രൂപ, അങ്ങനെ പലതിനും പല കാറ്റഗറിക്ക് ചിലപ്പോൾ എന്താവാം, പല പ്രോഫിറ്റ് പെർസെന്റേജും ആവാം. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട്. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെക്കണ ഒരു പരിപാടി. നിങ്ങൾ കോസ്റ്റിംഗിന് ഇന്റർനെറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. 20% ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഓഫ് പ്രോഫിറ്റ് ആണ്, അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കുക, അതിന്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് എന്താ പറയണേ. അതായത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു മെത്തേഡ്. എങ്ങനെയാണത്, നമ്മൾ പെർസെന്റേജ് പറയില്ലേ. ഫോർ എക്സാമ്പിൾ ഒരു പെർസെന്റേജ് പറഞ്ഞാൽ 20%. ഇത് ഓഫ് സെയിൽസ് ഇങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ സെയിലാണോ വലുത്, കോസ്റ്റ് ആണോ വലുത്? സെയിലല്ലേ വലിയ നമ്പർ വരാ, നമ്പറിൽ വലുത് വരാ സെയിലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ ഫ്രാക്ഷനിലേക്ക് എഴുതാം, കൺവേർട്ട് ടു ഫ്രാക്ഷൻ. ഇതെങ്ങനെയാ ഫ്രാക്ഷൻ ആക്ക, 20% പറഞ്ഞ എത്രയാ, 1/5 അല്ലെ. ഇത് സെയിലല്ലേ, സെയിലാണ് വലിയ നമ്പർ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കോസ്റ്റിലേക്ക് മാറുമ്പോ എന്താവും, 1/5 മൈനസ് 1 എന്തോരും 1/4 അല്ലേ വരാ. ഇതായിട്ട് ഉത്തരം. മനസ്സിലായ? 1/4 എന്ന് പറഞ്ഞ എത്രയാ, 25% അല്ലേ. അപ്പൊ 20% ഓഫ് സെയിൽ എന്ന് പറഞ്ഞ എത്രയാ, 25% ഓഫ് കോസ്റ്റ്. ക്ലിയർ ആണോ? ഇനി റാൻഡം വേറൊരു പെർസെന്റേജ് പറഞ്ഞേ, 35 ഒക്കെ വലിയ മെനക്കെടാ, കാൽക്കുലേറ്ററിന് അടിക്കേണ്ടി വരും. എന്തായാലും ഞാൻ കാണിച്ചു തരാം.
വേറൊരു പെർസെന്റേജ് പറയാം പെട്ടെന്ന് മനസ്സിലാക്കി. 40 എന്ന് പറഞ്ഞ എത്രയാ? 40% അല്ല, സെയിലാ കോസ്റ്റ് എന്ന് പറഞ്ഞത്? കോസ്റ്റില് കോസ്റ്റിന്റെ 40%. ഓക്കെ, അപ്പൊ കോസ്റ്റിന്റെ 40% ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എത്രയും 40നെ 1/, എത്ര ശതമാനമായിട്ട് ഇടണ്ടേ എന്നുള്ളത് എഴുതാം. എത്ര 1/, ഇടുമ്പോ വരാ 1/2.5 അല്ലേ വരാ? നോക്കിക്കേ. ഇതാണ് 40% അല്ലെ? സംശയമില്ലല്ലോ. ഇനി കോസ്റ്റിന്റെ 40% എന്ന് പറഞ്ഞേക്കണേ. കോസ്റ്റിന്റെ 40% എന്ന് പറഞ്ഞാൽ സെയിൽ എന്ന് പറഞ്ഞ കോസ്റ്റിനേക്കാളും വലുതല്ലേ അല്ലേ? അപ്പൊ സെയിലിന് എത്രയാന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 1/2.5 പ്ലസ് 1 ചെയ്യണം. അപ്പൊ എന്ത് വരും? 1/3.5 വരും. എത്രയാ നോക്കി? 2.85. ഓ, ഇത് മതി, ഇത്രയൊക്കെ മതി. നിങ്ങൾ റൗണ്ട് ആയിട്ടുള്ള നമ്പർ പറഞ്ഞെങ്കിൽ കറക്റ്റ് പെട്ടെന്ന് മനസ്സിലായേനെ. ഇതെങ്ങനെയാ മനസ്സിലാക്ക? കോസ്റ്റ് 80 വിചാരിക്കും. 80ന്റെ 40% എന്ന് പറയുമ്പോ എത്ര വരും? 32 അല്ലേ? 80 പ്ലസ് 32 എത്ര വരും? 112. ഈ 112 ഇൻറ്റു 28.57 അടിച്ച് 28.57%. 28.57%. 0.285. അതാണ് പെർസെന്റേജ്. അടിക്കുമോനെ. 0.285 അടിക്കുകയാണെങ്കിൽ 28.57% അടിക്കുക. എത്ര വന്നു? 32 പോയാ ഇല്ലേ? നമ്മള് റൗണ്ട് ഓഫ് ചെയ്തല്ലേ എടുത്തേക്കണേ. ഇത് ശരിക്കും 711 ചില്ലറ ഇല്ലേ? അത് നിങ്ങൾ മര്യാദക്കുള്ള എളുപ്പമുള്ള നമ്പറുകൾ പറഞ്ഞെങ്കിൽ നമുക്ക് വേഗം ചെയ്യായിരുന്നു. നിങ്ങള് ശരിക്ക് നിങ്ങൾക്ക് ഇനി വരാവുന്ന റിയൽ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് 1/1 എത്രയാ? 100% അല്ലേ? 1/2 50% അല്ലേ? 1/3 33.33%. 1/4 25%. 1/5 എത്രയാ? 20%. 1/6 കൂടി മാക്സിമം വരാം. ഇതിന്റെ അപ്പുറത്തേക്ക് വരേയില്ലേ നിങ്ങൾക്ക്. ഇത്രയാണ് നിങ്ങൾക്ക് വരാവുന്ന മാക്സിമം. ഇതിൽ ഏതെങ്കിലും പെർസെന്റേജ് ആയിരിക്കും പറയാ. ഇനി നിങ്ങൾ ഇതിലൊരെണ്ണം ചൂസ് ചെയ്തേ. 1/3 ഏറ്റവും വരുന്നത് 1/3 ആണ്. 1/3 ഓഫ് കോസ്റ്റ് ആണോ സെയിലാണോ? 1/3 ഓഫ് സെയില്. അപ്പൊ നമ്മൾ കോസ്റ്റിലേക്ക് പോകുമ്പോ എന്താവും? 1/3 മൈനസ് 1. ഡിനോമിനേറ്ററിലാണ് കുറയ്ക്കണ്ടേ അല്ലെ? ഇപ്പൊ എന്താ? സെയിലിനെക്കാളും ചെറുതാണ് കോസ്റ്റ് എന്നുള്ളത് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോ 1/2 ഓഫ് കോസ്റ്റ് അല്ലെ? ഇത് 33.33 ആണെങ്കിൽ ഇതെന്തോ ഇപ്പോ 50% ആവും അല്ലേ? ഞാനീ തെളിയിച്ച് നോക്കാം. എങ്ങനെ ചെയ്യാ? 100 രൂപയാണ് സെയിൽ എന്ന് വിചാരിക്കും അല്ലേ? അപ്പോ 100 രൂപ സെയിൽസ്, അതിന്റെ പ്രോഫിറ്റ് എത്ര വരും? 33.33 എന്നല്ലേ വരാ പ്രോഫിറ്റ്? അതല്ലേ നമ്മുടെ ശതമാനം എടുക്കണേ. അപ്പോ ഇത് കുറയ്ക്കുമ്പോ എന്ത് വരും? കോസ്റ്റ് 66.66 എന്നല്ലേ വരാ അല്ലേ? 66.66 വരും. ഇതിന്റെ 50% അടിച്ചു നോക്കിയ 66.66 ഇൻറ്റു 50%. 33.33 അല്ലേ? കറക്റ്റ് അല്ലടാ? മനസ്സിലായില്ലേ? ആദ്യം 1/, ആക്കിയിട്ട് അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അതിനുശേഷം എന്ത് ചെയ്യാ? എന്ത് ചെയ്യടാ? സെയിലിന്ന് കോസ്റ്റിലേക്ക് വരണമെങ്കിൽ ഒന്ന് കുറയ്ക്കുക, കോസ്റ്റിന്ന് സെയിൽസിലേക്ക് വരണമെങ്കിൽ ഒന്ന് കൂട്ടുക. ഡിനോമിനേറ്ററിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒറ്റയടിക്ക് എത്രയാണ് വാല്യൂ എന്നുള്ളത് കിട്ടും. ക്ലിയർ അല്ലേ? കഴിഞ്ഞുട്ടാ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതുപോലെ ഒന്നല്ല. എന്താ നീ ചോദിക്കാൻ ഡൗട്ട്?
അങ്ങനെ ചെയ്യില്ലേ? നീ പറ, ഞാനത് ഫുൾ സ്ക്രീൻ അല്ലേ ഇത്? എടാ ഇത് വളരെ ബേസിക് ഒന്നും വരില്ല. വേണമെങ്കിൽ പറയാം. പോസ്റ്റർ നെറ്റ് റീലഫിൾ വാല്യൂ ചെറിയ ഓവറല്ലേ? ഇത് വരും, ഇതിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേത് വരും? ഇത് വരും അല്ലേ? 38, 29, 14 ഉത്തരം വരും. കഴിഞ്ഞില്ലേ? 900 പ്രൈസ് പെർ യൂണിറ്റ് നിന്നുണ്ട്. 1600 യൂണിറ്റ് സർവീസ് വരുന്നത്. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെന്ററി ചോദിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഇവരുടെ മെത്തേഡ് ഓഫ് ഇൻവെന്ററി വാല്യുവേഷൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 1600 യൂണിറ്റ് ഇതിൽ നിന്ന് പോയി ക്ലോസിംഗ് ഇൻവെന്ററി ചോദിച്ചേക്കണേ അല്ലേ? നമുക്കത് ഫിഫോയില് ചെയ്യാം അല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എളുപ്പമുള്ളതിൽ ചെയ്തു. അപ്പൊ എന്താ, ഈ 900 പോവും, ഈ 400 പോവും. അപ്പൊ എത്രയാ? 1300 പോയി, ഈ 300 പോയി. അപ്പൊ 1600 പോയി. പിന്നെ ഇതല്ലേ ബാക്കിയുള്ളൂ. ഇതിന്റെ ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ ചെയ്ത പോരെ? 6 × 2 12,000 അല്ല 1200 അല്ലേ? അല്ല 12,000 കറക്റ്റ് ആയിരുന്നു. 47 × 8 കുട്ടിയടാ ഇത് എത്രയാ? 800 × 47. 800 × 47 376. ഇതെല്ലാം കൂടി കൂട്ടുമ്പോ എത്ര വരും? 49 600 ഡിവൈഡഡ് ബൈ ഇല്ല ഇൻവെന്ററിയുടെ വാല്യുവേഷൻ ചോദിച്ചിട്ടുള്ളൂ. 49 600. ഇനി പ്രീവിയസ് എക്സാമ്പിൾ അസ്യൂമിംഗ് ഫോളോയിങ് ഇഷ്യൂസ് ആർ മെയ്ഡ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ. അപ്പൊ എന്താ ചെയ്യണ്ടേ? റെക്കോർഡ് ഇഷ്യൂസ് എന്നാണ് ചോദിച്ചേക്കണേ. ഏതിലാ? ലിഫോയിലാണ് ചോദിച്ചേക്കണേ. എങ്ങനെ ചെയ്യാ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് 1600. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 500 ആദ്യം എവിടെ നിന്ന് കളയണം? ഇവിടുന്ന് കളയണം അല്ലേ? 500 × 47 ഇവിടുന്ന് കളയണം. പിന്നെ അടുത്തേൽ എന്ത് പോവും? അല്ല സോറി ഡിസംബർ 5. ഓരോ ഡേറ്റിൽ എന്ത് മാറ്റം വരുന്നുള്ളതനുസരിച്ചിട്ടാണ് ഇരിക്കുക അല്ലേ? ഡിസംബർ 4 നമ്മുടെ എത്ര യൂണിറ്റ് ഉള്ളത്? 900 യൂണിറ്റ് ഉള്ളത്. അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോ അന്ന് എന്താ നടന്നേ? ഈ 900 വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പൊ 900 എന്ത് പോവും? ഈ 500 പോവും. പിന്നെ എത്രയും ബാലൻസ്? 400 ആവും ബാലൻസ് അല്ലെ? 900 50 45,000 വന്നു. അതിന് നമ്മള് ബാലൻസ് ഇൻവെന്ററിയിൽ ഇട്ടു, റെസീറ്റ് ഇട്ടു, ഇഷ്യൂ ഇട്ടു. ഇഷ്യൂ ഉണ്ടോ അതില്? ഇല്ല. 5 എന്ത് വന്നു? 500 ക്വാണ്ടിറ്റി പോയി, 50 രൂപയിൽ പോയി അല്ലെ? ഇതേ വാല്യൂ ഇട്ടു. കാരണം അത് മാത്രമല്ലേ ഉള്ളൂ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ലാസ്റ്റ് വന്ന സാധനം തന്നെയല്ലേ? 25,000. അപ്പൊ ബാലൻസ് വന്നു അല്ലേ? അടുത്തത് ഡിസംബർ 20 അതിന് മുമ്പുള്ള കാര്യങ്ങൾ നോക്കണ്ടേ? വേണ്ടേ? ഡിസംബർ 10 400 × 55. അപ്പൊ നമ്മൾ 400 × 55 എഴുതി അല്ലെ? 22,000. അതും കൂടി നമ്മൾ ഇവിടെ വാല്യൂയിൽ കൂട്ടി വെച്ചു. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി വെച്ചു. 400 × 55 എഴുതി വെച്ചു. ഡിസംബർ 20 മുമ്പ് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഡിസംബർ 11 300 × 55. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 300 × 55 1 16,500 എഴുതി. അതും നമ്മൾ ലാസ്റ്റ് എഴുതി വെച്ചു. പിന്നെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു അല്ലേ? അത് നമ്മൾ എഴുതി. ഡൗട്ടില്ലല്ലോ? ഇല്ല. ഇനി 20 മുമ്പ് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? 19 260. അപ്പൊ ഇതേ സാധനം ഒന്നും കൂടി വരും. 260 ഇവിടെ വരും. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് എന്താ നടക്കുന്നത്? ഡിസംബർ 20 600 പോയി. എവിടെ നിന്ന് കളയണം? ആദ്യം ഇത് കളയണം വേണ്ടേ? പിന്നെ ഇത് കളയണ്ടേ? അപ്പോൾ 500 പോയിട്ടുള്ളൂ. പിന്നെ ഇതിന്ന് 100 കൂടി കളയണം അല്ലേ? ഇത് രണ്ടും ക്യാൻസൽ ആയി. പിന്നെ ബാക്കി വരെ ഏതാ? 400 50 20,000 അല്ലെ? 400 50 20,000 വന്നില്ലേ? ഇനി ഇവിടെ എന്തോ 300 × 55 അല്ലെ? 300 55 16,500 എല്ലാം കൂടി കൂട്ടും. ക്ലിയർ അല്ലേ? ഡിസംബർ 29 മുമ്പ് 28 എന്താ നടന്നുണ്ട്? 800 പോയിണ്ട്.
അപ്പൊ എന്ത് സംഭവിക്കും? 400 പോവും, 300 പോവും, 700 പോവും ഓടുന്നു. പിന്നെ അല്ല സോറി 800 മേടിക്കല്ലേ ചെയ്തേ. അപ്പൊ 800 കൂടി ഈ രണ്ട് സാധനങ്ങളുടെ കൂടെ എന്ത് 800 കൂടി ആഡ് ചെയ്തു. 29-ാം തീയതി സംഭവിച്ചേ 500 പോയി. അപ്പൊ അത് 800-ന്നല്ലേ പോവാ. അപ്പൊ 800-ന്ന് 500 പോയി. അതെന്തായി 300-ആയി. 300 × 47 ബാക്കി തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് കോപ്പി പേസ്റ്റ്. ക്ലിയർ അല്ലേ? ഇലിസ്ട്രേഷൻ 4. ഇനി ആവറേജ് പ്രൈസ് മെത്തേഡ്. ആവറേജ് എന്ന് പറയുമ്പോൾ വെയിറ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ് ആണ് പറയണത്. അല്ല ഇവരെന്ത് ചെയ്തു? എല്ലാ വാല്യൂം കൂടി ആവറേജ് പ്രൈസും വെയിറ്റഡ് ആവറേജ് പ്രൈസും ഉണ്ട്. ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിയില്ലാത്തൊരു മെത്തേഡാണ്. ലോകത്ത് ആരും അത് ചെയ്യില്ല. കാരണം ഞാൻ 1 കോടി രൂപയ്ക്ക് ഒരു ഐറ്റം മേടിച്ചു. പിന്നെ നമ്മള് അല്ലെങ്കിൽ വേണ്ട 1000 രൂപയ്ക്ക് ഒരു ഐറ്റം മേടിച്ചു. ബാക്കി എല്ലാ ഐറ്റം നമുക്ക് 10 രൂപയ്ക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ 10-15ന്റെ ഇടയിൽ കിട്ടിയെന്ന്. ഇവരെന്താ ചെയ്യുന്നത്? 1000 + 10 + 15 ÷ 3 അടിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. 1000 നമ്മൾ 1 യൂണിറ്റ് മേടിച്ചിട്ടുണ്ടാവുള്ളൂ. 10 രൂപയും 15 രൂപ ഉള്ളപ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ ക്വാണ്ടിറ്റിയും ഇതും വെച്ചിട്ട് നോക്കുമ്പോഴല്ലേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടാം. ഒരു പക്ഷേ വെറുതെ വില വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ലോജിക്കലല്ല, ഉള്ളൊരു മെത്തേഡാണ് ആവറേജ് പ്രൈസ് മെത്തേഡ്. ആവശ്യമൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് നോക്കാണ് ബാക്കി എത്ര യൂണിറ്റ് ഉണ്ടെന്നുള്ളത്. എങ്ങനെയായത് നമ്മൾ കണ്ടുപിടിക്കുക? എല്ലാ വാല്യൂം കൂടി കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്തു. അപ്പൊ എത്ര വന്നു? 53.4 വന്നു. ലാസ്റ്റ് എത്ര യൂണിറ്റ് ഉണ്ടായിരുന്നു? 500 യൂണിറ്റ് അല്ലേ ബാക്കി? അല്ല 400 ഇതിലെല്ലാത്തിനും കൂടിയിട്ട് ആ വാല്യൂല് ഇട്ട് വെക്കുക. ക്ലിയർ അല്ലേ? ഇനി വെയിറ്റഡ് ആവറേജ് ഇത് പിന്നെ കുറച്ചും കൂടി ലോജിക്കല. എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ഇൻറ്റു ആ വാല്യൂ എല്ലാം കൂടി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇലിസ്ട്രേഷൻ 5 ചെയ്യാനാ പറയണേ. ഈ 950 45,000 വന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ വന്നു. ഇഷ്യൂ വന്നപ്പോഴും ഇതേ വിലയിൽ തന്നെ ഇട്ടു, സംശയമില്ല. പക്ഷെ അടുത്ത പർച്ചേസ് വരുമ്പോഴാണ് എന്ത് വരാ? എൻട്രിയില് ചേഞ്ച് വരാം. അപ്പൊ എത്രയായി? 900-500 പോയി. എത്രയാ? 400 അല്ലേ? 400 + 400 ആവണ്ടേ? അതിനു വേണ്ടി എന്ത് ചെയ്യും? 400 × 55 22,000 അല്ലേ? ഇനി 50 ഇൻറ്റു ബാക്കി എത്ര? 400 അല്ലേ? 50 × 400 എത്ര വരും? 20,000. കാരണം 900-500 പോയി. പിന്നെ 400 ഉള്ളത്. ഞാനേ 900-500 യൂണിറ്റ് പോയി. ബാലൻസ് 400 യൂണിറ്റ് അല്ലേ ഉള്ളേ? 400 യൂണിറ്റ് ആണ് നമ്മൾ എഴുതി. ഇനി എന്താ? 400 കൂടി മേടിച്ചു. എത്ര രൂപയ്ക്ക്? 55 രൂപയ്ക്കല്ലേ? 55 × 400 എത്രയായി? 22,000. എല്ലാം കൂടി കൂട്ടി എത്ര വന്നു? 42,000. ഇതിന് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാണ്? എത്രയാടാ ചെയ്യണേ? 400 800 യൂണിറ്റ് അല്ലേ? 800 യൂണിറ്റ് എത്ര വന്നു? 50. ഇതല്ലേ കിട്ടിയേക്കണേ? ക്ലിയർ അല്ലേ? വില എപ്പോഴും ഇതിൽ തന്നെ വരണം. ഈ 20,000 22,000 കൂട്ടിയിട്ടുള്ള വിലയിൽ തന്നെ വരണം. അങ്ങനെ എഴുതിയാൽ മതി. അതിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? വാല്യൂ കിട്ടി. സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ പിന്നെ അടുത്ത പർച്ചേസ് 300 നടത്തി. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? 300 × 55 42,000 കൂടെ ആഡ് ചെയ്യണം. 300 × 55 എത്രയാ? 16,500. അത് കൂടി കൂട്ടുമ്പോ എത്ര വരും? 58,500 അല്ലേ? അതേ ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ഒക്കെ വരണേ? 800 ഉണ്ടായിരുന്നു. 800 300 കൂടി കൂട്ടുമ്പോ 1,200 വരാ. അപ്പൊ എത്രയാ വില? 53.18. അതല്ലേ ഇവിടെ കിട്ടിയേ അല്ലേ? ഇങ്ങനെയാണ് ഇത് ചെയ്ത് പോവാ. ഡൗട്ടില്ലല്ലോ? ഇനിയുള്ളതാണ് കനത്തിലുള്ള ചോദ്യങ്ങള്. പക്ഷെ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തു പോവാ. നിങ്ങള് ഇല്ല, പക്ഷെ ഇത് വേറെ വെറൈറ്റിയാണ്. ഈ ചോദ്യം ചെയ്യണോ? വർക്ക് ചെയ്തണ്ടോ? ചെയ്യണോ വേണ്ടോ? ഞാൻ പറഞ്ഞോ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ടില്ല. അപ്പൊ എല്ലാം ചെയ്യാം. സമാധാനായി ചെയ്യാ. ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. Okay. Excited retail business information for obtaining their records for the year given below. Goods received from suppliers 15,75,500 രൂപ. Subject to trade discount and taxes. Trade discount 3%, GST 11%. അപ്പോ ഇതിലെന്തുണ്ട്?
3% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, GST 15% ഉണ്ട്. ശരിക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യനുകളിൽ പലപ്പോഴും ഇതിപ്പോ എന്തായിട്ട് കാണിക്കുന്നത്, നോൺ റീഫണ്ടബിൾ ആയിട്ട് കാണിക്കുന്നത്. ഇൻ ആക്ച്വൽ പ്രാക്ടീസ് GST എന്താണ്, റീഫണ്ടബിൾ ആണ്. പക്ഷെ ടെക്സ്റ്റിൽ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യന്റെ പേരില് ആക്സിന്റെ പേര് മാത്രം മാറ്റിയിട്ട് GST ആക്കിയേക്കാം. ഉത്തരത്തിന്റെ സൊല്യൂഷനിൽ ഇവർ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടില്ലേ, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഈ 15,75,000 എന്ത് ചെയ്തു, 47,265 ചെയ്യാൻ എന്ത് ചെയ്തു, കുറച്ചു. ഇനി GST 11% കൂട്ടണ്ടേ, കൂട്ടി വേണ്ടേ, കാരണം അതും കൂടി ചെലവാക്കണ്ടേ. ശരിക്കും നോൺ റീഫണ്ടബിൾ ആയതുകൊണ്ട് കൂട്ടേണ്ട കാര്യമില്ല കേട്ടാ. പക്ഷെ ക്വസ്റ്റ്യൻ ഇവരൊന്നും പറഞ്ഞിട്ടില്ല, സൈലന്റ് ആയതുകൊണ്ട് നമ്മള് തൽക്കാലത്തേക്ക് റീഫണ്ടബിൾ അല്ല, നോൺ റീഫണ്ടബിൾ ആണെന്നുള്ള പോലെയാണ് ട്രീറ്റ് ചെയ്യണം. ശരിക്കും GST എന്താണ്, റീഫണ്ടബിൾ ആണ്. ക്ലിയർ ആണല്ലോ? 16,96,341 വന്നു. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? എന്ത് ചെയ്തു, -3% പ്ലസ് 11%. ഇനി പാക്കേജിംഗ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂട്ടണ്ടേ, കൂട്ടണം. സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ, അപ്പൊ ഇത് കൂടി കൂട്ടുമ്പോ എന്തായി, ടോട്ടൽ വിറ്റിട്ടുള്ള വില കിട്ടി അല്ലേ. എത്ര വരും, 15,75,500 -3% പ്ലസ് 11% പ്ലസ് 87,500. അപ്പോ 17,83,841 കിട്ടി. ഓക്കെ, ഇതില് കുറെ സാധനങ്ങൾ നമ്മൾ വിറ്റു. എത്രയ്ക്ക് വിറ്റു, 22,45,500 വിറ്റു. ബാക്കി എത്രയുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്, 2,35,000 ഉണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിൽസും ഇതും സെയിൽസ് അല്ലേ. നമ്മൾ കോസ്റ്റിൽ വേണ്ട വാല്യൂ ചെയ്യാൻ ക്ലോസിംഗ് ഇൻവെന്ററിനെ, അതായത് ഈ സാധനം കോസ്റ്റിൽ കിട്ടലാണ് നമ്മുടെ ആവശ്യം. ഡൗട്ടില്ലല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് രണ്ടും കൂടി കൂട്ടാണ്. ഓക്കെ, 22,45,500 പ്ലസ് 2,35,000 അപ്പൊ എത്ര വന്നു, 24,80,500. ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയൂ, 17,83,841 രൂപ കോസ്റ്റ് ഉള്ള സാധനം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന വില എത്രയാ, 24,80,500 ആണ്. അതിൽ സംശയം ഉണ്ടോ, ഇല്ല. അപ്പൊ ഇതിന്റെ 17,83,841 എത്ര ശതമാനമാണ് നോക്കി, എത്ര വന്നു, അതായത് 17,83,841 ഡിവൈഡഡ് ബൈ 24,80,500. അപ്പോ സെയിൽസിന്റെ 71.9145 9145% കോസ്റ്റ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് മനസ്സിലായ കാര്യം അല്ലെ, ഇതാണ് നമുക്ക് മനസ്സിലായ കാര്യം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ 2,35,000 എന്നുള്ളത് സെയിൽസ് പ്രൈസ് അല്ലേ, അതിനും ഇതേ നമ്പറോട് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് കോസ്റ്റ് കിട്ടില്ലേ. 2,35,000 ഇൻറ്റു 71.9145 അടിക്കുക അല്ലേ, അത്ര ഇൻറ്റു 2,35,000. അപ്പൊ 1,68,920 അല്ലെങ്കിൽ 1,69,000 കിട്ടിയാ. ഇവിടെ റൗണ്ടിങ് ഓഫറിന്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ക്ലിയർ ആണോ? നമുക്ക് 71.9145 എടുത്തപ്പോ ഇവരെന്ത് ചെയ്തു, അല്ല ഞാനിവിടെ 71.9145 അല്ലാത്ത എടുത്തേ, എന്തെടുത്തേ, ആ ഫുൾ ഫിഗർ എടുത്തു. 24,80,500 എത്രയാ, 2,35,000 ഇൻറ്റു 71.9145 അടിച്ച 1,68,999 അങ്ങനെ ഒരു ഫിഗർ കിട്ടാം. ഏറെക്കുറെ ഇതിന്റെ അടുത്തുള്ള ഫിഗർ കിട്ടും. ഇവരും 2 ഡിജിറ്റ് എടുത്തിട്ടുള്ളൂ അല്ലേ. നമ്മൾ 71.91 അടിച്ച കറക്റ്റ് വന്നാനെ. 2,35,000 ഇൻറ്റു 71.91%. അപ്പൊ 1,68,988 വന്നു. ക്ലിയർ അല്ലേ? അവർ 2 ഡിജിറ്റ് എടുത്തിട്ടുള്ളപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് എടുത്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ പെട്ടെന്ന് ഇത്രയും കിട്ടും. നമുക്ക് ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ കോസ്റ്റ് അല്ലേ. നമ്മുടെ പ്രോഫിറ്റ് എത്രയാ, 24,80 ചില്ലറ അല്ലേ. ഡൗട്ടില്ലല്ലോ? കിട്ടിയ ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എത്ര ശതമാനമാണ് നോക്കി. ഈ വാല്യൂ കിട്ടി കഴിഞ്ഞതിന് ശേഷം സെയിൽസിന്റെ കോസ്റ്റ് എത്ര ശതമാനം, ഇത് രണ്ടും കൂടി കൂട്ടി എന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ പ്രോഫിറ്റ് ഇല്ലേ, ആ പ്രോഫിറ്റ് എത്ര ശതമാനം നോക്കി. എന്നിട്ട് അതേ പ്രോഫിറ്റ് ഇതിന് കുറച്ചു. ഇതിന്റെ ആവശ്യം എന്താ, കോസ്റ്റ് എത്ര നോക്കിയിട്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്ത പോരെ.
അതല്ലേ നമ്മുടെ ആവശ്യം. ഇൻസ്ട്രക്ഷൻ 7. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നോൺ ഹിസ്റ്റോറിക് ഓഫ്. ആവശ്യമില്ല, അനാവശ്യ ചോദ്യം. സെയിൽ പ്രൈസ് എത്രയാ? 2,00,000. കോസ്റ്റ് ഓഫ് പർച്ചേസ് എത്രയാ? ഇത്ര. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സെല്ലിംഗ് പ്രൈസ് എത്രയാ? 50,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതും ഇതും തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ? 2,50,000 അല്ലേ? കോസ്റ്റ് ഓഫ് പർച്ചേസസ് എത്ര വരും? 50,000 അല്ലടാ, അല്ല സോറി 2,00,000 അല്ലേ? 2,00,000 അപ്പൊ എത്ര? 50% കിട്ടി. അപ്പൊ അതേ ഇൻറ്റു 50,000 അടിച്ചു. അപ്പൊ എത്ര വന്നു? 40,000 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. കിട്ടിയാ? അസ്ലിക്ക് കിട്ടിയാ? എന്താ ചെയ്തെന്ന് മനസ്സിലായാ? എന്താ ചെയ്തേ? ഇത് രണ്ടും കൂടി കൂട്ടി. അപ്പൊ 2.5 ലാഖാണ് സെയിലിന്ന് കിട്ടി. കോസ്റ്റോ 2 ലാഖ്. അപ്പൊ ഇത് ഇതിന്റെ എത്ര ശതമാനം നോക്കി? 2 ലാഖ് ഡിവൈഡ് ബൈ 2.5 ലാഖ് എത്ര? 50% കിട്ടി അല്ലേ? അപ്പൊ ഇതിന്റെ 50% എടുത്ത പോരെ? അതിന് കോസ്റ്റ് ആയില്ലേ? 40,000. March 2002 കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇതിൽ തന്നേക്കണേ. ഓക്കെ, ഇൻവെന്ററി 1,42,500 ഇതിനൊക്കെ പറഞ്ഞു. 31 March എന്നിട്ട് എന്തുണ്ടായി? കുറെ ഡാറ്റ തന്നിട്ട് 17,500 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണമായിരുന്നു. 50,000 45,000. ഗ്രോസ് പ്രോഫിറ്റ് എത്രയാ? സാധാരണ 20% ക്ലിയർ ആണോ? അതായത് ഇൻവെന്ററി എത്ര ഉണ്ടായിരുന്നു? 1,42,500. അപ്പൊ ആഡ് ചെയ്തു. പ്ലസ് പർച്ചേസസ് 7,62,500 ആഡ് ചെയ്തു. പിന്നെ മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണ്ടേ? പ്ലസ് 1,50,000 ആഡ് ചെയ്തു. ഈ സെല്ലിംഗ് എക്സ്പെൻസ് ഇഗ്നോർ. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇഗ്നോർ. ഫിനാൻസ് ചാർജ് ഇഗ്നോർ. ഫിനാൻഷ്യൽ ചാർജ് ഇതിന് നെസസറി ആണെങ്കിലോ നമ്മള് കൂട്ടുമായിരുന്നു. At the time of valuing inventory, a sum of 17,500 was written off as a particular item. It was originally purchased for 50,000 and was sold during the year for 45,000. അപ്പോ ഈ 7,62,500 ഒരു 50,000 നമ്മൾ എന്താക്കി? മാറ്റി നിർത്തി അല്ലെ? ഒറിജിനലി മേടിച്ച സാധനം 50,000 മാറ്റി നിർത്തി. ഇപ്പൊ ബാക്കി എത്രയുണ്ട്? 7,12,500 ഉണ്ട് അല്ലെ? അതില് ഈ 50,000 നമ്മൾ എന്ത് ചെയ്തു? 17,500 റൈറ്റ് ഓഫ് ചെയ്തു അല്ലെ? എത്ര വന്നു? 32,500 വന്നു. ഇത് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 45,000 വിറ്റു. ക്ലിയർ ആണോ? ബാക്കി എല്ലാത്തിനും 20% ഓൺ സെയിൽസ് ആണെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റും എത്രയായിരിക്കും? എത്രയായിരിക്കും? സെയിലും 1/5 അല്ലേ? ഇത് കോസ്റ്റും എത്രയാ? -1 അല്ലേ? 1/4 അല്ലേ? അപ്പൊ എത്രയാ? 25% അല്ലേ? അല്ലേ? കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 25% ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഇതിലെതിര് കണ്ട ഈ 32,500 മാറ്റി നിർത്തി. മനസ്സിലായ? ഈ 32,500 ഐറ്റത്തിന് എന്ത് ചെയ്തു? മാറ്റി നിർത്തി. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ കൂട്ടി. അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ കൂട്ടി കണ്ടുപിടിച്ചില്ലേ? 10,55 10,55,000. അതിൽ നമ്മൾ ഈ 32,500 മാറ്റി നിർത്തിയാൽ മതി. അപ്പോഴും ഈ 10,22,500 വരും ഇല്ലേ? വന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ? സെയിൽസ് ആസ് പെർ ബുക്സ് എടുത്തു. 12,45,000. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇല്ലേ? 12,45,000 നമ്മൾ എന്ത് ചെയ്തു? ഈ 45,000 ഐറ്റത്തിന് മാറ്റി നിർത്തി. 12,45,000 45,000 വേറെ നിർത്തി. 12 ലക്ഷം വേറെ നിർത്തി അല്ലേ? ഈ 12 ലക്ഷത്തിന് എത്രയായിരിക്കും ലാഭ ശതമാനം? പറഞ്ഞ 20% ഓൺ സെയിൽ അല്ലേ? ഇല്ലടാ, 12 ലക്ഷത്തിന് 20% ഓൺ സെയിൽ എന്ന് പറയുമ്പോൾ എത്ര വരും? 2,40 വരും. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എത്ര വരും? ഇതല്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 9,60 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ നമ്മുടെ ഇയർ എൻഡിൽ എത്ര ഉണ്ടായിരുന്നു? 10,22,500 ഉണ്ടായിരുന്നു അല്ലെ? വാല്യൂ, ഗുഡ്സിന്റെ വാല്യൂ
അതിൽ നിന്ന് നമ്മൾ 9,60,000 കുറച്ചു. എത്ര വരും? 62,500 ക്ലോസിംഗ് സ്റ്റോക്ക്. കിട്ടിയാ? ഡൗട്ട് ഉണ്ടോ? തനിക്ക് ചെയ്ത് നോക്കണ? തനിക്ക് ചെയ്ത് നോക്കണ? ലാസ്റ്റ് ചെയ്താൽ മതിയാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞുതരാമല്ലോ. ക്ലിയർ 9. ഇത് നല്ല ചോദ്യം കേട്ടാ. ഇപ്പൊ നമ്മൾ ചെയ്ത ചോദ്യം എടുത്ത് ഇതില് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് എന്ത്? 8. Instruction 9. A trader prepared his accounts on 31st March every year. Due to some unavoidable reasons, no stock taking could be possible till 15th April 2022, on which date total cost of goods in his godown came to 50,000. The following facts are established between 31st March and 15th April. അപ്പൊ നമ്മളുടെ ഇയറിന്റെ 1st ഏപ്രിലിൽ തുടങ്ങി എവിടെ അവസാനിക്കും? 31st മാർച്ചിൽ അവസാനിക്കും. എന്നുണ്ടായ 15th ഏപ്രില്. അതായത് ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ഒക്കെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്യല്ലേ ചെയ്യാ? എക്സ്പെൻസുകൾ ആഡ് ചെയ്യും, പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്യും, അതല്ലേ ഉണ്ടാവാ. പക്ഷെ ഇതിന് ശേഷമുള്ള കാര്യങ്ങളിലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോണെങ്കിൽ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ കൂട്ടും. അതായത് ഏപ്രിൽ 1st കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ഏപ്രിൽ 1, 2025 നമ്മൾ എന്ത് ചെയ്തു? കുറെ ഐറ്റങ്ങൾ മേടിക്കാൻ തുടങ്ങി. മേടിക്കുന്ന സാധനങ്ങളൊക്കെ കൂട്ടണ്ടേ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക്? സെയിൽസ് നടത്തിയ കുറയ്ക്കണ്ടേ? ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവുള്ളൂ. അതിനൊക്കെ കുറച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്താ, അല്ലേ? പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ വരേണ്ടതല്ല. അപ്പൊ പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ആണ് ചെയ്യുക, അല്ലേ? പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. സെയിൽ നടത്തി എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. കാരണം സെയിൽ അന്നത്തെ ദിവസം വേണ്ടതായിരുന്നു, അന്നത്തെ ദിവസം ഇല്ല ഇപ്പത്, അല്ലേ? പിന്നെ നമ്മള് ഇപ്പൊ പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും? പർച്ചേസ് നടത്തി എന്തുണ്ടാവും? ലെസ് ചെയ്യും. സെയിൽ നടത്തി എന്തുണ്ടാവും? ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഡൗട്ടില്ലല്ലോ? തെറ്റിക്കരുതേ. പിന്നെ എല്ലാം നെറ്റായിട്ട് ചെയ്യാൻ നോക്കാം പരമാവധി. ട്രേഡർ പ്രിപ്പയർഡ് അക്കൗണ്ട് എത്രയാ? 15th ഏപ്രിലാണ് 50,000. അപ്പൊ നമ്മൾ 50,000 സ്റ്റാർട്ട് ചെയ്യാ. 50,000 സ്റ്റാർട്ട് ചെയ്തു, അത് എഴുതി. സെയിൽസ് 41,000. സെയിൽസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യണ്ടേ? അത് നമുക്ക് അന്ന് വരേണ്ടിയിരുന്ന സാധനം ഇരുന്നപ്പോ നമുക്കത് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ബാക്ക് ചെയ്തു. സെയിൽ 41,000 ഇൻക്ലൂഡിങ് ക്യാഷ് സെയിൽസ് 10,000. ക്യാഷോ ക്രെഡിറ്റോ നമുക്ക് അറിയേണ്ട കാര്യം, ഇത് റെലവെന്റ് ആണ്. ഈ 41,000 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 41,000 ആഡ് ചെയ്തു. ക്ലിയർ? 41,000 വരെ 40,000 എഴുതിക്കണം. കാരണം എന്താ? ഇവിടെ ഒരു സെയിൽസ് റിട്ടേൺ ഉണ്ട്. നമ്മൾ 41,000 ആഡ് ചെയ്യുക, അതിന്റെ സെയിൽസ് റിട്ടേൺ 1000 എന്ത് ചെയ്യുക? ലെസ് ചെയ്താൽ മതി. ക്ലിയർ? ഓർഡറിൽ ചെയ്ത് പോയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നെറ്റ് ഓഫ് ചെയ്ത് കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? 41,000 മൈനസ് 1000, 40,000 നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യണ്ട, ലെസ് ചെയ്യണ്ട? ആഡ് ചെയ്യണം. കാരണം അന്നത് വേണമായിരുന്നു, അപ്പൊ അത് ആഡ് ചെയ്യണം. ഈ പർച്ചേസസ് അതിലുണ്ടാവും. ഇനി പർച്ചേസ് റിട്ടേൺ ഉണ്ടോ ചിലപ്പോ? 5,034 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. വേണ്ട? 5,034 ലെസ് ചെയ്തു. ഓക്കെ അല്ലേ? On 15th March, goods of sale value 10,000 were sent on sale or return basis to a customer. The period of approval being 4 weeks. He returned 40% of the goods on 10th April, approving the rest. The customer was billed on 16th April. അപ്പോ എന്താണ് സംഭവം? 15 മാർച്ചിന് നമ്മള് 10,000 രൂപയുടെ ഗുഡ്സ് വിറ്റു. അപ്പൊ 10,000 രൂപയും നമ്മളുടെ ആഡ് ചെയ്യണം എന്നല്ലേ അർത്ഥം ശരിക്കും പറഞ്ഞ? കാരണം എന്താ? സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ അയച്ചാൽ ശരിക്കും അത് നമ്മളുടെ ഗുഡ്സ് ആണോ അവരുടെ ഗുഡ്സ് ആണോ? അവര് സമ്മതിക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അവരുടെ ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ അതുവരെ നമ്മുടെ ഗുഡ്സ് ആണ്. നമ്മുടെ അവിടെ ഫിസിക്കലി എണ്ണി നോക്കി കഴിഞ്ഞത് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അത് നമ്മൾ ഫിസിക്കലി എണ്ണി നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉൾപ്പെടേണ്ട വാല്യൂ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഈ 10,000 കൂടി നമ്മുടെ കയ്യിൽ ഉൾപ്പെടുത്തണമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ റിട്ടേൺ 40% ഓഫ് ഗുഡ്സ്. അപ്പൊ ആ 40% നമ്മുടെ കയ്യിൽ ഓൾറെഡി വന്നിട്ടുണ്ട്.
അല്ലെ 40% എന്തുണ്ട് നമ്മുടെ കയ്യില് തിരിച്ചു വന്നതിലുണ്ട്. അപ്പൊ ബാക്കി ഏതല്ലോ 6000 രൂപയുടെ ഗുഡ്സ് ആണല്ലോ. പക്ഷെ ഇത് സെയിൽ വാല്യൂ കേട്ടാ, അത് ശ്രദ്ധിച്ചോളൂ. 6000 രൂപയുടെ ഗുഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളൂ. ഈ 6000 രൂപയുടെ ഗുഡ്സ് അതിന്റെ കോസ്റ്റിലാണ് ആഡ് ചെയ്യേണ്ടത്, സെയിൽസിലല്ല. ഇത് നമ്മുടെ കോസ്റ്റിന്റെ വില എത്രയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോ. പ്രോഫിറ്റ് 20% ഓൺ സെയില്. അപ്പൊ ഇതിന്റെ 20% എത്രയാ? 1200 വരും. അത് ഇതിന്ന് കുറയ്ക്കുക, എത്ര വരും? 4800 വരും. ഇത് നമ്മളുടെ ഇവിടെ കോസ്റ്റിൽ ഉൾപ്പെടേണ്ട വാല്യൂ ആയിരുന്നു, അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലേ? നമ്മൾ ഉൾപ്പെടുത്തണ്ടേ? ഈ 4800 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ടില്ലേ? ഇവിടെ എന്താ ആഡ് എന്നുള്ളത് കൊടുത്തിട്ടില്ല കേട്ടോ അവര്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാ? നിങ്ങൾ എഴുതിയിട്ടുണ്ടോന്നത്? ക്ലിയറല്ലേ? നിങ്ങളെ നിങ്ങളുടെ ബുക്കിലുള്ള ഒരു ഇത് ശരിയാൻ വേണ്ടിട്ട് ഈ ലെസ് വെട്ടിക്കളഞ്ഞു വേണമെങ്കിൽ, എന്നിട്ട് ഇവിടെ ഇത് കുറച്ചോ. മനസ്സിലായ? കാരണം ആൾക്കാർ ഇത് ആഡാണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ ഔട്ടർ കോളത്തിലുള്ളതേ ഇത് ആഡാ ചെയ്യണേ. അത് പെട്ടെന്ന് കാണുമ്പോൾ പല കുട്ടികൾ കൺഫ്യൂഷൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് മാത്രമാണ് ലെസ് ഉള്ളത്. അപ്പൊ അവിടെ ലെസ് കാണുമ്പോൾ ആൾക്കാർ ഈ 32,000 ആണോ ഇനി ലെസ് തെറ്റിദ്ധരിക്കും. അതിൽ ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാ, ലെസ് ചെയ്യാം. അല്ല, നമ്മൾ സെയിലിന്റെ പ്രോഫിറ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തില്ലല്ലോ. സെയിൽ നടത്തിയത് സെയിൽ വാല്യൂലല്ലേ ഇട്ടേക്കണേ. നമുക്ക് എന്തിനിടാൻ പാടുള്ളൂ? അതിന്റെ കോസ്റ്റ് അല്ലേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര വരും? 40,000 മൈനസ് 20% എത്ര വരും? 32,000 അല്ലേ? 32,000 ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്തു. ക്ലിയർ ആണല്ലോ? അത് കഴിഞ്ഞ the trader had also received goods costing 8,000 in March for sale on consignment basis. അത് നമ്മുടെ ബുക്സിൽ അവിടെ എടുക്കുന്നുണ്ടാവില്ലേ? അത് നമ്മളുടെ ആണോ ശരിക്കും? അല്ല. അപ്പൊ ഈ 8,000 ഒറിജിനലി എന്ത് ചെയ്യണം? നമ്മുടെ ബുക്സിൽ നിന്ന് ഒഴിവാക്കണമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? 20% of the goods had been sold by 31st March. Okay. Another 50% by 15th March. അല്ല, 15th April. നമ്മളിത് അളക്കണത് എന്നാ 15th April അല്ലേ? ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടല്ലേ അളക്കണേ. ശരിക്കും പറഞ്ഞ 8,000 നമ്മളവിടെ വേണ്ട അല്ലേ? അതില് ശരിക്കും പറഞ്ഞ 70% പോയിണ്ട്. എന്ന് പോയി എന്നുള്ളത് നോക്കണ്ട. നമുക്ക് ഈ 8,000 നമ്മുടെ ബുക്സിൽ നിന്ന് പോകണമായിരുന്നു. ടെക്നിക്കലി സ്പീക്കിംഗ് 70% ഇപ്പൊ പോയി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് പോണ്ടേ. അപ്പൊ 8,000 ഇൻറ്റു 30%, 2,400 കൂടി എന്ത് ചെയ്യണം? കുറയണം അല്ലേ? ഇത് കുറച്ചു അല്ല. ഇവിടെ നിങ്ങൾ മൈനസ് സിമ്പിൾ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ലെസ് എന്ന് മുകളിൽ ഹെഡിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇട്ടാലും മതി. ഓക്കെ. 5,400 പ്ലസ് 2,400 ഇതാണ് 7,400 മൈനസ് 79,360. നല്ല ക്വസ്റ്റ്യൻ ആട്ടാ. മാർക്ക് വെച്ചു. ഇതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലേ ഈ ചോദ്യം. അടുത്ത ചോദ്യത്തിലേ എല്ലാ ഡാറ്റയും ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് കൊടുത്തോണ്ടേ വായിക്കുമ്പോ കോംപ്രഹെൻഡ് ചെയ്യാൻ എന്തുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ചെയ്യാം. ഓക്കെ. ഇൻവെന്ററി ട്രേക്കിംഗ് ഫോർ ദ ഇയറിന്റെ 31st March കംപ്ലീറ്റഡ് എന്നാ 10. അപ്പൊ ശേഷം അല്ലേ കഴിഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കളയണം. സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റില് ആഡ് ബാക്ക് ചെയ്യണം. ദ വാല്യൂഷൻ ഓഫ് വിച്ച് ഷോഡ് ഇൻവെന്ററി ഫിഗർ ഓഫ് 16,75,000 മറ്റ് കോസ്റ്റ് ആസ് ഓൺ കംപ്ലീഷൻ ഡേറ്റ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ഇയർ until the rate of completion of inventory taking sales for the next year was made for 68,750. Profit margin എത്രയാ? 33.33% on cost. അപ്പൊ സെയിൽസും എത്രയായിരിക്കും? 1/3 on cost. അപ്പൊ 1/3 plus 1 സെയിൽസുമേ 25%. 1/4 എന്ന് പറഞ്ഞാൽ 25%. Purchases for the next year included the inventory amount to 90,000 to cost less 10% trade discount. അപ്പോൾ ഇവിടെ എന്ത് വരും? 81,000 എന്ന് വരും. During the period, goods were added to inventory at the markup price of 3,000 in respect of sales return. 3,000 sales return. After inventory taking, it was found that there were certain very old slow-moving items costing 11,250, which should be taken at 5,250 to ensure disposal to an interested customer due to heavy flood. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്?
റൈറ്റ് ഓഫ് നടന്നുണ്ട്. 11,250 മൈനസ് 5,250 6,000 കേട്ടാ. Due to heavy flood, certain goods costing 15,500 were received from supplier beyond delivery date of customer. As a result, the customer refused to take delivery and net realizable value of the goods estimated to be 12,500. അപ്പൊ ഇതിന്റെ വാല്യൂല് എന്ത് വന്നിട്ടുണ്ട്? ഒരു 3,000 രൂപയുടെ ഡിപ്ലീഷൻ വന്നിട്ടുണ്ട് കേട്ടോ. കമ്മിറ്റ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി ഫോർ ഇൻക്ലൂഷൻ ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പൊ എന്താ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? ആദ്യം തുടക്കത്തിന്റെ വാല്യൂ എത്രയാണ്? 16,70,000 16,70,000 നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? കംപ്ലീഷൻ ഓഫ് ഇൻവെന്ററി ഇതിന്റെ വാല്യൂ കിഴിച്ചു കഴിഞ്ഞതിന് ശേഷം എത്രയാ വരണേ? സെയിൽസ് എത്ര വരണടാ? 68,750 അല്ലെ? 68,750 മൈനസ് 25% എത്ര വരും? 51,562 അല്ലേ? അതല്ലേ ഇവരിവിടെ ചെയ്തേക്കണേ. 2 രൂപ പൈസ ഡിഫറൻസ് ഉണ്ടോ നോക്കണ്ട. റൗണ്ടിങ് ഓഫിന്റെ വ്യത്യാസം ക്ലിയർ ആണോ? ഇതെന്താ സംഭവം? ഇതിന്റെ വാല്യൂ ഇതെന്താ സംഭവം എന്ന് എഴുതി വെച്ചിരിക്കും മനസ്സിലാവില്ല. 68,750 എന്ന് പറഞ്ഞ എന്താ? അതിന്റെ 25%. അതാണ് എന്ത്? 17,190. അത് കുറച്ചിട്ട് ഇതിനെ എന്തിലേക്ക് മാറ്റി? കോസ്റ്റിലേക്ക് മാറ്റി. ഓക്കെ, അതെന്ത് ചെയ്തു? ആഡ് ചെയ്തു. കൂട്ടണ്ടത് ആഡ് ചെയ്തു. അടുത്തത് എന്താ? അടുത്ത പോലെ തന്നെ പർച്ചേസ് 81,000 നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണ്ടേ? അത് നമ്മുടെ ഇനി ബുക്സിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സെയിൽസ് റിട്ടേണിൽ 3,000 രൂപ ആഡ് ചെയ്തിട്ടില്ലേ? അത് സെല്ലിംഗ് പ്രൈസിലല്ലേ എടുക്കണ്ടാവാ? അതേ മൈനസ് 3,000 മൈനസ് 25%. അപ്പൊ 2,250 അതിനെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? 2,250 നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? സെയിൽ നമ്മൾ എന്താ ചെയ്യാറ്? ആഡ് ബാക്ക് ചെയ്യണം. സെയിൽസ് റിട്ടേണോ ടെസ്റ്റ് ചെയ്യണം. അടുത്തത് സ്ലോ നോൺ മൂവിങ് ഐറ്റം 11,250 6,000 ഡിഫറൻസ് ഇല്ലേ? അതിന് നമുക്ക് കുറയ്ക്കണ്ടേ? കാരണം എന്താ? ഇത്രയും വാല്യൂ നമുക്ക് ഇനി എന്തില്ല? വാല്യൂലില്ല. അപ്പൊ നമ്മുടെ അത്രയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? താഴ്ത്തി കാണിക്കണം. ഇനി ലാസ്റ്റ് ഇവരുടെ ഡിഫോൾട്ട് കാരണം നമുക്ക് 3,000 വരെ ഡിഫറൻസ് ഉണ്ടായിട്ടില്ലേ? അത് നമ്മുടെ വാല്യൂല് കുറയ്ക്കണ്ടേ? നമ്മുടെ വാല്യൂല് കുറച്ചു. നെറ്റ് വാല്യൂ എത്ര വന്നു? 16,34,310 വന്നു. ക്ലിയർ ആണോ? റീസൺ ക്ലിയർ അല്ലേ? കിട്ടിയാ? ഹലേ പ്രശ്നം തെറ്റല്ല. ഞാൻ അടുത്ത ചോദ്യക്ക് പോയതാ. പോസായ വീഡിയോ പോസായ. എത്ര നേരമായി തുടങ്ങിയിട്ട്? നമ്മൾ ഈ പാടം ഇത് ഉച്ചയ്ക്ക് ശേഷം ഇൻവെന്ററി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ? PRS ഉച്ചയ്ക്ക് മുമ്പല്ലേ എടുത്തേ? ഡൈ 11 ചെയ്യണ നിങ്ങളുടെ ഉണ്ടോ? 11 എന്ത് വാല്യൂ ഓഫ് ഇൻവെന്ററി ഫിഫോ ആണെങ്കിൽ എന്നെ കാണിക്കുന്നില്ല. സൗണ്ട് ഉണ്ടോ? കാണുന്നില്ല. സ്ക്രീൻ കാണുണ്ടോ? എന്നെയല്ല കാണാത്ത. ഞാൻ നിൽക്കുന്നില്ല.
ശരിയാ. ഫിഫോ എന്താ ഓപ്പണിംഗ് ഇൻവെന്ററി ഇല്ലാണ്. നമ്മൾ എന്ത് ചെയ്യണം? റെസീപ്റ്റ്സ്, ഇഷ്യൂസ്, ബാലൻസ്, പർച്ചേസസ് 100, 30, 3000 ഇത് തന്നെ ഇവിടെയും വരും. ഇഷ്യൂഡ് ഫോർ കൺസംഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാ? ഒരു ചേഞ്ച് ഇല്ല. -50, 30 ഇന്ന് വരും. ഇത് ബാലൻസ് ഉള്ളത് ഇവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത പർച്ചേസ് നടത്തുമ്പോൾ നമ്മള് വെയിറ്റഡ് ആവറേജ് ആണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. ഡിഫോ ആണെങ്കിലും വേറെ മാറ്റൊന്നും വരുത്തില്ല. നമ്മൾ ജസ്റ്റ് അടിയിൽ എഴുതി വെക്കുള്ളൂ. 240 8,000 വന്നു. ഇതിന്റെ കൂട്ടത്തിൽ 240 8,000 കൂടി എഴുതി വെച്ചു. അടുത്തത് ഇഷ്യൂഡ് ഫോർ കൺസംഷൻ 100. അപ്പൊ എവിടെ നിന്ന് എടുക്കണം? ആദ്യം ഈ 50 എടുക്കണം. വേണ്ടേ? ഈ 50 എടുത്തിട്ട് ബാക്കി 150 ഇതിൽ നിന്ന് എടുക്കണ്ടേ അല്ലേ? അപ്പൊ ബാക്കി ഇതിന്റെ എത്ര ഉണ്ടാവും? ഈ 200 50 ബാക്കി ഉണ്ടോ? 40 രൂപയുടെ അല്ലേ? പറയണ വാല്യൂ കഴിഞ്ഞില്ലേ? നമ്മൾ അതിൽ എടുത്തു. പിന്നെ അടുത്ത റൗണ്ടിൽ ഒരു 100 കൂടി എടുത്തു. ശരിക്കും കറക്റ്റ് ബാക്കി 50 വന്നു. ഇതേ ഡാറ്റ വെയിറ്റഡ് ആവറേജ് ബേസിസിൽ എടുക്കാൻ 300 ഇതിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പർച്ചേസ് നടത്തുമ്പോ അല്ല ഇഷ്യൂ നടത്തുമ്പോ എന്തെങ്കിലും ഉണ്ടാവും? ഒന്നുമില്ല. സാധാരണ പോലെ നമ്മൾ ചെയ്തു. ഇവിടെയാണ് നമുക്ക് എന്ത് വരാം? അഡ്ജസ്റ്റ്മെന്റ് വരാം അല്ലേ? 50 ഇനിയിപ്പോ എത്രയും 150 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു അല്ല സോറി 50 യൂണിറ്റ് ബാക്കി 200 ആകുമ്പോ 250 യൂണിറ്റ് ആയിട്ട് കൂടി. പിന്നെ എന്ത് ചെയ്തു? ഇതിൽ 50 പോയി. അപ്പൊ എത്രയാ? 50 യൂണിറ്റ് 30 രൂപയുടെ ഉണ്ട്. ബാക്കി 200 യൂണിറ്റ് 40 രൂപയുടെ അല്ലേ? 12 കൂടി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തപ്പോ നമുക്ക് എത്ര വന്നു? വാല്യൂ ഇത്രയ്ക്കും വന്നു. 50 × 30 എന്ന് പറഞ്ഞാൽ 1500 അല്ലേ? അല്ലെ? പിന്നെ 8,000 കൂടി കൂട്ടിയപ്പോ എത്ര വന്നു? 9,500 വന്നില്ലേ? ആ 9,500 ഡിവൈഡ് ചെയ്ത് എത്ര നമ്പർ ഓഫ് യൂണിറ്റ് ഉണ്ട്? 250 അല്ലേ? 250 കിട്ടപ്പോ എത്ര വന്നു? 38 വന്നു. ബാക്കിയുള്ള തീര് ചെയ്തു. ട്രൂ ഓർ ഫാൾസ്? Inventories are stocks of goods or materials that are maintained for mainly purpose of revenue generation. അല്ലേ? ട്രൂ അല്ലേ? A building is considered as inventory in a construction business. ട്രൂ അല്ലേ? Inventory is valued as carrying cost less percentage of decrease. എന്നിട്ട് സമർത്തനത് carrying cost ലെസ് ഏതാണോ? കോസ്റ്റർ എന്ന് അറിയില്ലേ? സർവീസ് ലോവർ അല്ലേ? അടുത്ത മാനേജ്മെന്റ് has daily information about the quantity and valuation of closing stock under physical inventory system. ഫിസിക്കൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? പെർപെച്വൽ ഇൻവെന്ററി ആണോ? പീരിയോഡിക് ഇൻവെന്ററി ആണോ? പീരിയോഡിക് ആണോ? അങ്ങനെയാണെങ്കിൽ ഡെയിലി ഉണ്ടാവോ? ഇല്ല. ഫോൾസ് അല്ലേ? ഇനി പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ എന്റർപ്രൈസ്. ട്രൂ അല്ലേ? ഇൻവെന്ററി ഈസ് ഓവർ സ്റ്റേറ്റഡ്. അപ്പൊ എന്താ? ലാഭം കൂടും. നെറ്റ് ഇൻകം അണ്ടർ സ്റ്റേറ്റ് ആണോ ഉണ്ടാവുക? ഓവർ സ്റ്റേറ്റ് അല്ലേ? ഫോൾസ് അല്ലേ? ക്ലോസിംഗ് ഇൻവെന്ററി ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ? മൈനസ് അല്ലേ? തെറ്റല്ലേ? കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഷുഡ് കംപ്രൈസ് ഓഫ് ഓൾ കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഓൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് റിഗാർഡിംഗ് ഇൻവെന്ററി എന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്ത് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഇപ്പൊ നമുക്കത് നോക്കണം. ഇവരുടെ കാര്യം ഇതുണ്ടേ പറയാൻ പറ്റില്ല. ഇൻവെന്ററി ബൈ പ്രൊഡക്റ്റ് ഷുഡ് ബി വാലിഡേറ്റഡ് അറ്റ് റിയലൈസബിൾ വാല്യൂ വേർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ക്യാൻ ബി സെപ്പറേറ്റ്ലി ഡിറ്റർമൈൻഡ്. ബൈ പ്രൊഡക്റ്റ് ഇൻവെന്ററിയുടെ ബൈ പ്രൊഡക്റ്റ് ശരിക്കും നമ്മള് ബൈ പ്രൊഡക്റ്റ് ആണെങ്കിലും സ്ക്രാപ്പ് ആണെങ്കിലും ഒക്കെ ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. ഇവിടെ അതിന് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ്ലി ഡിറ്റർമൈൻഡ് അല്ല. ഫോൾസ് ആണ് വരേണ്ടത്. 10 അബ്നോർമൽ അമൗണ്ട്സ് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽസ് ലേബർ ഓർ അതർ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് എക്സ്പെൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ്. ഫോൾസ് അല്ലേ? എക്സ്ക്ലൂഡ് അല്ലേ ചെയ്യണ്ടേ? കഴിയുന്നില്ലല്ലോ. പെർപെച്വൽ സിസ്റ്റം റിക്വയർസ് ക്ലോഷർ ഓഫ് ബിസിനസ്. വേണ്ട. ഫോൾസ് അല്ലേ? ക്ലോസ് ചെയ്യണ്ടല്ലോ. പീരിയോഡിക് ഇൻവെന്ററി സിസ്റ്റം ആക്ച്വൽ ഫിസിക്കൽ കൗണ്ട് വേണ്ടിയിട്ടാണ് ചെയ്യണത്. ട്രൂ അല്ലേ? The value of closing inventory under simple average price method is realistic as compared to LIFO. സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണോ? വെയിറ്റഡ് ആവറേജ് ആണെങ്കിൽ ഇതാണ്. പിന്നെ ഫോൾസ് അല്ലേ? വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആസ് ഫിക്സ്ഡ് അസറ്റ്. വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ്. ഫിക്സ്ഡ് അസറ്റ് ആണോ? അത് കറണ്ട് അസറ്റ് അല്ലേ? അണ്ടർ ഇൻഫ്ലേഷണറി കണ്ടീഷൻസ് FIFO will not show lowest value of cost of goods sold. തെറ്റല്ലേ? കാണിക്കുന്നല്ലേ? അതായത് FIFO എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ നമ്മൾ ആ
ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും. ഇപ്പൊ 100 രൂപ സ്ഥാനത്തിന് ഇയറിൽ എത്രയുണ്ട്? 1000 രൂപയെന്ന് ശരിക്കും. അങ്ങനെ ഫസ്റ്റും ചെയ്തത് ഫസ്റ്റ് ഔട്ടല്ലേ ചെയ്യണേ. അപ്പോ അപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിന് ലോവസ്റ്റ് വാല്യൂ കാണിക്കല്ലേ ചെയ്യാ. ഓൾറെഡി വിറ്റ സാധനങ്ങളെ നമ്മള് ക്ലോസിംഗ് സ്റ്റോക്കിലാണെന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഇതെന്തായേനെ? ട്രൂ ആയേനെ. അണ്ടർ ഇൻഫ്ലേഷൻ ഫിഫോ വിൽ നോട്ട് ഷോ ലോവസ്റ്റ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. അവര് എന്താ ചെയ്യാ? വിൽ ഷോ ഇല്ല ചെയ്യാ. വിറ്റ് പോയ സാധനങ്ങൾക്ക് ഓൾറെഡി കാണിക്കല്ലേ ചെയ്യാ. താഴ്ന്ന വിലയിലല്ലേ കാണിക്കാന്ന്. കാരണം ഇപ്പൊ ഇയറിന്റിലാണ് ഇതിന്റെ വില എന്തായി ഉണ്ടാവുക? കൂടിയിട്ടുണ്ടാവുക. ക്ലിയർ അല്ല? ഇയറിന്റിൽ എന്തായിട്ടുണ്ടാവും? 1000 രൂപ ഉണ്ടാവും. അപ്പൊ ആദ്യം വിറ്റ സാധനങ്ങൾക്ക് എന്താ ലോവസ്റ്റ് വില കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവരെ കാണിച്ചിട്ടുണ്ടാവും, അതാണ് പറയണത്. അത് ഫോൾസ് അല്ലേ? ഇനി വേറെ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ നമുക്ക് വായിച്ചു നോക്കട്ടാ. അണ്ടർ ലിഫോ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് കോസ്റ്റ് ആർ ചാർജ് അഗൈൻസ്റ്റ് ദ റവന്യൂ ഇൻ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ. ഓർഡർ ആണോ? റിവേഴ്സ് ഓർഡറിലല്ലേ? ഫോൾസ് ആവണ്ടേ? ഇവാലുവേഷൻ ഓഫ് ഇൻവെന്ററി അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസ്ഡ് വാല്യൂ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റീവ് ട്രൂ അല്ലേ? അടുത്ത ഫിനിഷ്ഡ് ഗുഡ്സ് ആർ നോർമലി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഈസ് ഹയർ. ഫോൾസ് അല്ലേ? ലോവറിലല്ലേ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്, ഇനി ഉത്തരങ്ങൾ ഞാൻ വായിക്കയില്ല. എത്ര എണ്ണം ശരിയുണ്ടെന്ന് പറഞ്ഞോളൂ. ആദ്യത്തെ ട്രൂ ആണോ? രണ്ടാമത്തെ ട്രൂ ആണോ? മൂന്നാമത്തെ ഫോൾസ് ആണോ? നാലാമത്തെ ഫോൾസ് ആണോ? 5 ട്രൂ ആണോ? 6 ഫോൾസ്, 7 ഫോൾസ്, 8 ഫോൾസ് ആണോ? 9 ഫോൾസ് ആണോ? 10 ഫോൾസ് ആണോ? 11 ഫോൾസ് ആണോ? 12 ഫോൾസ് ആണോ? അല്ല, ട്രൂ ആണോ? 13 ട്രൂ ആണോ? 14 ഫോൾസ് ആണോ? 15 ഫോൾസ് ആണോ? 16 ഫോൾസ് ആണോ? 17 ട്രൂ ആണോ? 18 ഫോൾസ് ആണോ? അപ്പൊ 8ഉം 13. എട്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോണ്ടക്സ്റ്റ്. ഇവരുടെ ചോദ്യം ആംബിഗസ് ആണ് അവിടെ. അങ്ങനത്തെ ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതല് ശ്രദ്ധ കൊടുക്കണം. ഓൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുമ്പോ എല്ലാം വേണ്ടല്ലോ. ഇവര് ഓൾ കോസ്റ്റ് ഓഫ് പർച്ചേസ് റിഗാർഡിംഗ് ഇൻവെന്ററി ആണെങ്കിൽ ട്രൂ ആയി. പക്ഷെ ഓൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേ സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടില്ലല്ലോ. അത് ഫോൾസ് ആവുമല്ലോ. അതാണ് അവരോട് ഉദ്ദേശിച്ചേക്കണേ. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ നോക്കി. കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഷുഡ് കവർ ഓൾ കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ, അതർ കോസ്റ്റ് ഇൻ ബ്രിങ്ങിങ് ദി ഇൻവെന്ററി ടു ദ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ. അല്ലാണ്ട് വേറെ ഒന്നും വരികയാണ്. നമുക്കറിയാം. അതിന്റെയാണ് നമ്മുടെയും എക്സ്പ്ലനേഷൻ എഴുതാം. ട്രൂ എഴുതി നമുക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. അടുത്ത ഏതാടാ? 13 എന്തായിരുന്നു? ഇവിടെ ആവറേജ് മെത്തേഡ് ഉത്തരത്തിൽ പറഞ്ഞല്ലോ. മനസ്സിലായ? ഇവർക്ക് തന്നെ തെറ്റിയേക്കണത്. മനസ്സിലായ? വെയിറ്റഡ് ആവറേജ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. എന്താ വെയിറ്റഡ് ആവറേജ് ആണ് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വെയിറ്റഡ് ആവറേജ് ലിഫോയില് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ആവറേജ് ആണെങ്കിൽ ലിഫോനേക്കാളും മോശം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരോട് ഉത്തരത്തില് ആവറേജ് മെത്തേഡ് എന്ന് മാത്രം പറഞ്ഞല്ലോ. ക്വസ്റ്റ്യനിൽ ഒരു സിമ്പിൾ ആവറേജ് ഇട്ടിട്ടില്ലേ? പിന്നെ അവരുടെയാണ് തെറ്റ്, നമ്മുടെ തെറ്റൊന്നുമില്ല. സിമ്പിൾ ആവറേജിന് ഭയങ്കര ഒരു ലോജിക് കുറവുണ്ട്. ക്ലിയർ ആണോ? നിങ്ങൾ തൽക്കാലം വേണമെങ്കിൽ ഇങ്ങനെ ആവറേജിന് എഴുതി വെച്ചോ. ചോദ്യത്തിന് ഉത്തരം എല്ലാവരും എഴുതിക്കണമെന്നുള്ളൂ. ഒന്നും ചോദിക്കില്ല. സിമ്പിൾ ചോദ്യങ്ങളാണ്. ജസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. എമൗണ്ട് ഓഫ് പർച്ചേസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 50,700. ഓപ്പണിംഗ് ഇൻവെന്ററി 7,800. ക്ലോസിംഗ് ഇൻവെന്ററി എന്താ വരാ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ? 50,700 അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു. എത്ര ഒന്നും കിട്ടിയ? എന്റെ ആൻസർ കിട്ടിയ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ ഉണ്ടാവാ? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് അറിയാം? 5,800 അറിയാം. പർച്ചേസ് അറിയില്ല. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 6,000 അല്ലേ? ഉത്തരം എന്താ പറഞ്ഞേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 50,700 അല്ലേ? ആ ക്വസ്റ്റ്യനിലില്ലേ 50,700 ക്ലോസിംഗ് സ്റ്റോക്ക്? ചോദ്യം 5,800 അപ്പൊ മൈനസ് 6,000.
200 ആ -200നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇപ്പൊ 80,900 ഇല്ലേ? +200 വരുമ്പോ എത്ര വരും? 80,900 ആയില്ലേ പർച്ചേസ്? സി എൽ ഉത്തരം. ആവറേജ് ഇൻവെന്ററി 12,000, ക്ലോസിംഗ് ഇൻവെന്ററി 3,000 മോർ ദാൻ ദി ഓപ്പണിംഗ് ഇൻവെന്ററി. വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ചോദ്യം അല്ലേ? ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇതല്ലേ 12,000 അല്ലേ? ഇപ്പൊ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് എത്ര വരും? ഈ ഇങ്ങോട്ട് പോയാ 24,000 ആയില്ലേ? എന്താ പറഞ്ഞേക്കണേ? ക്ലോസിംഗ് ഇൻവെന്ററി 3,000 മോർ ദാൻ ഓപ്പണിംഗ് ഇൻവെന്ററി. അപ്പൊ എന്താ ഇത്? ഓപ്പണിംഗ് പ്ലസ് 3,000 അല്ലേ? അല്ലേ? ഈ 3,000ത്തിന് ഇപ്പുറത്തേക്ക് പോയ എത്ര? 21,000. 24,000 ഇങ്ങോട്ട് പോയാ അല്ലേ? അല്ലേ? അപ്പൊ 2 ടൈംസ് ഓപ്പണിംഗ് ആണ് എന്ത്? 21,000. 21,000 ഡിവൈഡഡ് ബൈ 2. 10,500 ആണ് എന്ത്? ഓപ്പണിംഗ്. ക്ലോസിംഗ് എത്ര വരും? 13,500 അല്ലേ? അല്ലേ? ഒന്നും ചോദ്യം വരില്ല കേട്ടാ. While finalizing current year's profit, the company realized that there was an error in the valuation of closing inventory of the previous year. The previous year closing inventory was well valued by more than 50,000. As a result, എന്തുണ്ടാവുക? കഴിഞ്ഞ കൊല്ലത്തെ ലാഭം 50,000 കൂടി ഉണ്ടാവും ഇല്ലേ? ഇക്കൊല്ലത്തെ ലാഭം 50,000 കുറഞ്ഞുണ്ടാവും. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ക്ലോസിംഗ് അല്ല ഇക്കൊല്ലത്തെ ഓപ്പണിംഗ്. Previous year's profit is overstated and the current year's profit is also overstated. തെറ്റല്ലേ? ഇത് ഓവർസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, കറണ്ട് ഇയറിന്റെ അണ്ടർസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റല്ലേ? അപ്പൊ ബി ആണ് ഉത്തരം. Consider the following for Q company for the year ended 21-22. Cost of goods available for sale 1,00,000. Total sales 80,000. Opening inventory of goods 20,000. Gross profit margin 25%. Closing inventory of goods for the year ended 2021-2022 വാട്സ് എത്ര വരും? അതായത് എത്രയുടെ സാധനം വിറ്റുണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. 60,000 വിറ്റുണ്ടാവില്ലേ? കാരണം 25% ലാഭല്ലേ? അപ്പൊ 80,000 25% കഴിച്ച് ബാക്കി 60,000 അല്ലേ കോസ്റ്റ് ഉണ്ടാവുക അല്ലേ? ഓപ്പണിംഗ് ഇൻവെന്ററി അത് കോസ്റ്റിലല്ലേ? അപ്പൊ 20,000 അല്ലേ? ഈ 80,000 ഈ 1,00,000 കുറച്ച് എത്ര വരും? അതായത് 60,000ന്റെ സാധനമാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ? വിറ്റേക്കണേ. അപ്പൊ 1,00,000ന്റെ ഗുഡ്സ് ഉണ്ട് നമ്മുടെ കയ്യില്. അതിന് നമ്മൾ എന്ത് ചെയ്തു? 60,000ന്റെ സാധനം വിറ്റു അല്ലേ? അപ്പൊ ബാക്കി എത്രയുണ്ടാവും? 0.4 ലാക്ക് ഉണ്ടാവും. ഇനി ഓപ്പണിംഗ് ഇൻവെന്ററി എത്ര ഉണ്ടായിരുന്നു? 20,000 അല്ലേ? അല്ലേ? അതും കൂടി കൂട്ടണ്ടേ? എത്ര വരും? 60,000. 4 ബി ആണ് നോക്കി. 4 സി അല്ലേ? 40 ഇല്ലല്ലോ. ഒരു പാളിച്ച പറ്റി. എന്താ? ഈ ഓപ്പണിംഗ് ഇൻവെന്ററി ഓൾറെഡി ഉണ്ടല്ലോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിലില്ലേ? ക്ലിയർ ആണോ? അപ്പൊ പിന്നെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ ഏതൊരു 40,000 അല്ലേ വരാ? Is the profit 25% of the cost price? Then it is എന്താ? 25 ഓൺ കോസ്റ്റ് ആണെങ്കിൽ സെയിൽസിന്റെ എത്രയോടാ? 1/4 ആണെങ്കിൽ സെയിലിന്റെ 1/20 അല്ലേ? 20% ഓഫ് സെയിൽസ്. ഗുഡ്സ് പർച്ചേസ് 1,00,000, സെയിൽസ് 90%. മാർജിൻ 20% ഓൺ കോസ്റ്റ്. ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്? 1,00,000ന്റെ സാധനം അല്ലേ? വിറ്റത് എത്ര? 90,000 20% ഓൺ കോസ്റ്റ് ആണ്. അപ്പൊ 1/5 ഇത് സെയിൽസിലേക്ക് മാറുമ്പോഴോ 1/4 അല്ലേ? അപ്പൊ 25% അല്ലേ? അപ്പൊ 90ന്റെ 25% കിഴിച്ചാൽ ബാക്കി എത്രയുള്ള? 75% 0.75. അപ്പൊ 67,500ന്റെ സാധനമാണ് എന്തിനു വിറ്റേക്കുന്നത്? അല്ല, 67,500ന്റെ സാധനമാണ് വിറ്റത്. 1,00,000ത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എത്രയാ? 32,500 പ്ലസ് എന്താ പറ്റി? തെറ്റിയില്ലോ. 1,00,000 ഉണ്ടായിരുന്നു, അതില് 90,000 പോയി. 90,000 20% ഓൺ കോസ്റ്റ് ആണ്. അപ്പൊ 25% ഓൺ 1/5 പോയാ 1/4 25% ഓൺ സെയിൽ അല്ലേ? അപ്പൊ 25% ഓൺ സെയിൽ കഴിച്ച 67,500ന്റെ ഐറ്റമാണ് വിറ്റത്. ബാക്കി 1,00,000
32,500 കിട്ടണേ. $67,500 20% എത്രയാ? 13,500. 90 ഇൻറ്റു 80. നമ്മള് കണക്കൂട്ടിയിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 20% ആണ് കോസ്റ്റ് എന്ന് പറയുമ്പോ എത്ര? 1/5. സെയിലിന്റെ അല്ലേ? നമ്മള് പ്ലസ് അല്ലേ ചെയ്യണ്ടേ? എന്തൊക്കെയാ ചെയ്യണേ? 6 അല്ലടാ, 1/6 അല്ലേ? കോസ്റ്റ് ചെയ്ത സെയിൽസിലേക്കല്ലേ പോണ്ടേ? എല്ലാവർക്കും ഒരുപോലെ ഒരുമിച്ച് തെറ്റി എന്നുള്ളതാ. 1/6 ആണ്. അപ്പൊ 90,000 ഇൻറ്റു 5/6 എത്രയാ? 75,000 ഐറ്റാണ് നമ്മൾ എന്ത് ചെയ്തേക്കണേ? വിറ്റേക്കണേ. അപ്പൊ എത്ര ബാക്കി ഉണ്ടാവും? 1,00,000 - 75,000. 25,000 കോസ്റ്റിന് സെയിലിലേക്ക് പോകുമ്പോ എന്താ അവിടെ കൂട്ടണം? സെയിലിന് കോസ്റ്റിന് പോകുമ്പോ കുറയ്ക്കണമായിരുന്നു. എന്താ തെറ്റിയെന്ന് അറിയില്ല, എല്ലാവരും ഒരുപോലെ തെറ്റി. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. സാധാരണ 1/6 ഒന്നും എപ്പോഴും വരാത്തതല്ലേ, അതായിരിക്കും. കുഴപ്പമില്ല, പറഞ്ഞല്ലേ. പിന്നെ ഇങ്ങനെ തെറ്റിയാലും കുഴപ്പമില്ല, കാരണം ഈ ഓപ്ഷനിൽ ഇല്ലല്ലോ, ഇത്തരമില്ലല്ലോ. അപ്പൊ നമുക്ക് തെറ്റിന്ന് മനസ്സിലാവുമ്പോ നമ്മള് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ എനിക്കത് രണ്ടാമത്തെ ഓർഡർ റീകാൽക്കുലേഷൻ എങ്ങനെ മനസ്സിലായത്? ആ 32,500 നമ്മള് ഇത് കോസ്റ്റിന് ഇത്ര അല്ലേന്ന് വെച്ചിട്ട് കൂട്ടി നോക്കുമ്പോ 81,000 വരണുള്ളൂ. അപ്പൊ തെറ്റിന്ന് ഉറപ്പായി. ക്ലിയറിനെ? Companies following weighted average cost method for the valuation of inventory. It is purchase and issue of raw materials during the week are as follows. Opening inventory, purchase. ഒന്നും കാര്യമില്ലടാ. ഇഷ്യൂഡ് 50 അല്ലേ? 50 2,200 പ്ലസ് 4,700 അല്ലേ? 6,900 വരും. ഡിവൈഡഡ് ബൈ 150. ഇപ്പൊ എത്ര? 46 രൂപയാണ് ആവറേജ് പ്രൈസ് വരെ. അതിന് 50 പോയി അല്ലേ? അപ്പൊ എത്രയാ? 100 ഇൻറ്റു 46 4,600. അതിന്റെ കൂടെ 200 ഇൻറ്റു 48 9,600 ഡിവൈഡഡ് ബൈ എത്രയാ? 200 ഇവിടെ നേരത്തെ 100 അവിടെ 300 47.33 വരും. അങ്ങനെ ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഇതാണ് ഉത്തരം അല്ലെ? 14,200. കോസ്റ്റ് ഓഫ് സെയിൽ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്. പർച്ചേസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇൻവെന്ററി ഈസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അണ്ടർ ഏതില? കറന്റ് അസറ്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡു നോട്ട് പെർമിറ്റ് ഫോളോയിങ് മെത്തേഡ് ഓഫ് ഇൻവെന്ററി വാല്യൂഷൻ. ഏതാ? ഡിഫോ. Which inventory costing formula calculates the value of closing inventory considering that inventory most recently purchased has not been sold. ഇപ്പൊ ലാസ്റ്റ് മേടിച്ചത് വിറ്റിട്ടില്ല. അപ്പൊ ഏതാ? ഫിഫോലല്ലേ ലാസ്റ്റ് മേടിച്ചത് വിറ്റിട്ടില്ല എന്ന് പറയണേ. ഡിഫോയിൽ എന്താ? ലാസ്റ്റ് മേടിച്ചതാണ് ഫസ്റ്റ് വിൽക്കണം. വാല്യൂയിങ് ഇൻവെന്ററി അറ്റ് കോസ്റ്റ് ഓഫ് നെറ്റ് റിലേറ്റഡ് which is based on the principle of conservatism. Under inflationary trend which method will show the highest value of inventory? ഏതാ? ഡിഫോയിലല്ലേ highest value of inventory കാണിക്കുക. അല്ല സോറി ഹയസ്റ്റ് വാല്യൂ ഓഫ് ഇൻവെന്ററി എന്ന് പറയണത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിന് പകരം ഫിഫോലല്ലേ കാണിക്കുക. അതായത് നമ്മൾ ആദ്യം മേടിച്ച സാധനമാണ് ആദ്യം പോണേ. ലാസ്റ്റ് ഉള്ള വാല്യൂ ആണ് നമ്മുടെ ഇപ്പൊ നിക്കണേ. അപ്പൊ ഹയസ്റ്റ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി ആണ് ചോദ്യം. മനസ്സിലായ? ഏതാണ് സ്യൂട്ടബിൾ എന്നല്ല ചോദ്യം, ഏതിലാണ് വാല്യൂ ഹയസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ 100. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 100 രൂപയ്ക്ക് മേടിച്ച സാധനം ഇയറിന്റെ ആയപ്പോഴേക്ക് 1000 ഇഷ്യൂ. ഒറ്റ 2 പ്രൊഡക്റ്റ് മേടിച്ചുള്ളൂ. ഒരെണ്ണം 100-ന് മേടിച്ചു, ഒരെണ്ണം 1000-ന് മേടിച്ചു. ഒരെണ്ണം വിറ്റുപോയി. അപ്പൊ ഫിഫോയിലാണെങ്കിൽ ഇത് 1000-ന്റെ പോകും.
അപ്പൊ 100 ബാക്കി നിൽക്കും. ഏഹ് 100 ബാക്കി നിൽക്കുമ്പോ എന്താ ഹയസ്റ്റ് വാല്യൂലാണോ നിൽക്കണേ? അല്ല. ഫിഫോയിലാണെങ്കിൽ 100ന്റെ 1000 നിൽക്കും. അപ്പൊ ഹയസ്റ്റ് വാല്യൂ ഉത്തരം ഫിഫോ. Which of the following methods does not consider historical cost of inventory? റീറ്റെയിൽ പ്രൈസ് മെത്തേഡ്. ഇനി ഞാൻ വായിക്കണത് നിങ്ങൾ മാച്ച് ആവുകൊണ്ട് നോക്കിയണം. സി സി ബി, സി സി സി, എ സി ബി, ടി എ ബി, എ സി. തിയറി വേണ്ടല്ലോ, നിങ്ങൾ ചെയ്തോളില്ലേ? ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വേണമെന്ന് വായിച്ചേക്ക്. ഭയങ്കര എളുപ്പമാണെങ്കിൽ ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ. അണിയുണ്ടാ? സിമ്പിളല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ള സിമിലർ ചോദ്യ. നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞോളൂട്ടാ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കട്ടെ. നല്ല ബുദ്ധിമുട്ടുള്ളത് മാത്രം ചെയ്താൽ മതി. തേർഡ് വേണമെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്നാമത്തെ കഴിഞ്ഞാ? രണ്ടാമത്തെ കഴിഞ്ഞാ? പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ഈ ചോദ്യമില്ലേ അസ്ലിക്ക് ഞാനൊന്ന് പറഞ്ഞു? സെക്കൻഡ് വൺ പറഞ്ഞു തന്നിട്ടില്ലേ? അത്
ബുക്കിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ. ചെയ്യണം ഏതെങ്കിലും തേർഡ് വന്നോ സെക്കൻഡ് വന്നോ? അതായത് 52,20,000 നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ എന്ത് ചെയ്തു? 60,000 റൈറ്റ് ഓഫ് ചെയ്തു. എത്രയുടെ? ഈ 52,20,000 നമ്മൾ 1.6 ലക്ഷം പിന്നെ 50.6 ലക്ഷമായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ? ഈ 1.6 ലക്ഷം നമ്മൾ വിറ്റത് എത്രയ്ക്കാ? 60,000 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തതാണ്. അതെ, നമ്മൾ മേടിച്ചത് എത്രയ്ക്കാ? അത് 2 ലക്ഷത്തിന്റെ സാധനല്ലേ? ആ 2 ലക്ഷത്തിന് നമ്മൾ 0.6 വെട്ടിക്കളഞ്ഞു. അപ്പൊ 1.4 ലക്ഷത്തില് നിൽക്കണ്ടായിരുന്നു അതിന്റെ വില. അതാണ് നമ്മൾ ഈ 1.6 ലക്ഷത്തിന് വിറ്റത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി 50.6 ലക്ഷത്തിന് നമ്മൾ ഇങ്ങനെ വില എടുക്കണേ 25% ഓൺ കോസ്റ്റ്. അപ്പൊ സെയിലും എത്രയോ 1/4 എന്നുള്ളത് സെയിലിന് കൂടെ കൂടുമ്പോ 1/5 ആവും. 20% അല്ലെ? അപ്പോ 20.2 10,12,000. ഇതിലാണ് എന്ത് നോർമൽ എന്ത് എടുക്കണേ? നോർമൽ പ്രോഫിറ്റ് എടുക്കുക അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അബ്നോർമൽ ലോസ് അല്ല അറിയണ്ടേ? ഇത് എത്ര ഉണ്ടായിക്കണേ? ശരിക്ക് പറഞ്ഞ നമ്മള് 1.6 ലക്ഷത്തിന് വിറ്റത് എത്ര രൂപയുടെ ഗുഡ്സാ? 2 ലക്ഷത്തിന്റെ ഗുഡ്സ് അല്ലേ? അല്ലേ? അവിടെ ശരിക്കും എത്ര രൂപ ലോസ് ഉണ്ട്? 40,000 ലോസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താ കാണിക്കുന്നത്? 0.6 റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. അതിന് പിന്നെ നമ്മള് 1.6 വിറ്റു. അങ്ങനെ പ്രോഫിറ്റ് അവിടെ 20 ഉണ്ടായി. അപ്പൊ നെറ്റ് 40,000 രൂപ ലോസ് ഉണ്ടായിരുന്നു. എങ്ങനെ വന്നാലും എത്ര രൂപ ലോസ് ഉണ്ടായിട്ടുണ്ട്? 40,000 രൂപ അബ്നോർമലി ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇതിലെന്താ സംഭവിച്ചേക്കണേ? ഇവര് വാല്യൂ ഓഫ് സ്റ്റോക്ക് ആദ്യം ഈ 10,12,000 നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? എന്നിട്ട് ഇവര് ഇതിന്റെ ഈ സാധനത്തിന്റെ ഗ്രോസ് പ്രോഫിറ്റ് പറയാ. ഇതുമ്മ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഇല്ലേ? ഈ അസറ്റുമ്മ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് പറയാതെ എങ്ങനെയാ പറയണേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു 60,000 രൂപയുടെ വാല്യൂ എടുത്തിട്ട് 60,000 രൂപയുടെ വാല്യൂ എടുക്കുമ്പോ എത്ര വില? 1,40,000 അത് പിന്നെ എത്ര കഴിക്കണം? 1,60,000. അപ്പൊ അവിടെ ആ ട്രാൻസാക്ഷനിൽ അപ്പൊ എത്ര രൂപ ലാഭം എന്നാ എടുക്കണേ? 20,000 രൂപ ലാഭം എന്നല്ലേ എടുക്കണേ? അബ്നോർമലൈറ്റ് ആണ്. ബാക്കിയുള്ള കിട്ടിയ ലാഭമല്ലേ നമുക്ക് എടുക്കണേ? നമുക്ക് എടുക്കുന്നത് എത്രയാ? 20,000 രൂപ ലാഭമാണ് എടുക്കണം. അപ്പൊ ടോട്ടൽ എത്ര രൂപ ലാഭമായി? 10,32,000. ശരിക്കും അത് ലാഭമാണോ? ശരിക്കും പറഞ്ഞ ലാഭമല്ല. പക്ഷെ ഇതെല്ലാ സാധനത്തിന് ഇത്ര ഇടിച്ചത് കൊണ്ട് ആ വിലയില് ലാഭം എന്നുള്ള പോലെയാണ് എടുക്കണേ. എന്നിട്ട് ഇവര് ഈ 10,32 രൂപ എന്ത് ചെയ്യാണ്? ബുക്കിന്ന് ഒഴിവാക്കാണ്. ക്ലിയർ ആണോ? 52 ഇതിന്ന് ടോട്ടലി 10-12 നോർമൽ പ്രോഫിറ്റും. ഇതെന്താ സംഭവം? നോർമൽ പ്രോഫിറ്റ്. പിന്നെ അബ്നോർമൽ ഐറ്റത്തിന്റെ പ്രോഫിറ്റ് എത്രയാ? 20,000. ഇതല്ലേ നമ്മുടെ ടോട്ടലി ലാഭം എന്നുള്ള ലെവലിൽ വന്നേക്കണേ സെയിലിന്റെ. അപ്പൊ എത്ര രൂപയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയില്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയില്ലേ? ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് ക്ലോസിംഗ് കിട്ടില്ലേ?
ക്ലിയറിലടാ? തേർഡ് വൺ നോക്കിയാ? തേർഡ് വൺ ഞാൻ ചെയ്താലോ? തേർഡ് വണ്ണില് ഒരു നല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ഹനുമാൻ ലിമിറ്റഡ് ഷോഡ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് 6 ലക്ഷം ആഫ്റ്റർ കൺസിഡറിംഗ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് 3.75. ഇവിടെ എന്താ ചോദിച്ചേക്കണ? വാല്യൂ ഓഫ് സ്റ്റോക്കും ചോദിച്ചിട്ടുണ്ട്, അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ചോദിച്ചിട്ടുണ്ട്. രണ്ട് കാര്യം ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റിന് വേണ്ടി ഇവർ എന്ത് ചെയ്തേക്കാം? P&L അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വരച്ചേക്കാം. ക്ലിയർ അല്ലേ? അവൻ നെറ്റ് പ്രോഫിറ്റ് എത്രയാ? 6 ലക്ഷം അല്ലേ? നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്തു? 6 ലക്ഷം മാർക്ക് ചെയ്തു. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് 3.25 ലക്ഷം ആയിരുന്നു. പർച്ചേസസ് ഫോർ ദി ഇയർ 15,000. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഉണ്ടായിരുന്നു ഷോപ്പിന്റെ. അത് നമ്മുടെ ഇതിൽ വരാൻ പാടുള്ള ഫിഗർ ആണോ? ആണോ? അല്ല, അത് അസറ്റിലേക്ക് പോകേണ്ട ഫിഗറാ അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 15,000 നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്തു? ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിൽ എന്തുണ്ടായിരുന്നടാ? 15,000 ഇതിന്റെ ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിന്റെ സാധനം നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് പ്രോഫിറ്റിന് കൂടെ എന്ത് ചെയ്തടാ? ആഡ് ചെയ്ത് കാണിച്ചു. എന്തുകൊണ്ടത് ആഡ് ചെയ്തേ? പറയാൻ പറ്റുമോ? ആഡാണോ ചെയ്യേണ്ടത് ഇവിടെ? ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് അല്ലേ? അസറ്റില് വരുമായിരുന്ന ഒരു സാധനമാണത്. അത് പക്ഷെ എവിടെ വന്നു? പർച്ചേസസിൽ വന്നു. പർച്ചേസസിൽ ശരി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം ആണോ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റം ആണോ? ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം അല്ലേ? ആ ഡെബിറ്റ് സൈഡിൽ ഒരു വാല്യൂ കുറയല്ലേ? ക്രെഡിറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടി കഴിഞ്ഞാൽ ലാഭം കൂടും. ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടി കഴിഞ്ഞാൽ ലാഭം കുറയും. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഒരു ഐറ്റം കൂടിക്കെടുക്കായിരുന്നില്ലേ? അതിന് കുറയല്ലേ? അപ്പൊ ലാഭം കൂടണ്ടേ? ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ആഡ് ചെയ്യണം. സംശയമില്ലല്ലോ? ഇല്ല. അത് കഴിഞ്ഞു. അടുത്തത് ഹനുമാൻ ഗേവ് അവേ വാല്യൂ അറ്റ് 40,000 ആസ് ഫ്രീ സാമ്പിൾ ഫോർ വിച്ച് നോ എൻട്രി വാസ് മെയ്ഡ് ഇൻ ദ ബുക്സ്. അപ്പോ നമ്മുടെ പർച്ചേസസ് അത്ര കുറഞ്ഞല്ലേക്ക് എടുക്കണ്ടായിരുന്നുണ്ടാവാ. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പർച്ചേസസിന് അഡ്വർടൈസ്മെന്റ് കുറയ്ക്കണ്ടേ? അത് കുറച്ചിട്ടില്ലല്ലോ. അത് കുറയ്ക്കുമ്പോ എന്താവും? ലാഭം അതിനനുസരിച്ച് കൂടില്ലേ? നമ്മുടെ അവിടെ സാമ്പിൾസ് കൂട്ടി കാണിച്ചു. അത് കഴിഞ്ഞില്ലേ? അടുത്തത് ഇൻവോയ്സസ് ഫോർ ഗുഡ്സ് എമൗണ്ടിങ് 2.5 ലക്ഷം ഹാവ് ബീൻ എൻഡഡ് ഓൺ 27th March 2022 ബട്ട് ദ ഗുഡ്സ് വേർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സ്റ്റോക്ക്. എന്താ ഇതിൽ പറയണേ? 2.5 ലക്ഷത്തിന്റെ ഗുഡ്സ് 27th മാർച്ചില്. പക്ഷെ സ്റ്റോക്കിൽ എന്ത് ചെയ്തിട്ടില്ല? ഇത് കൂട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? കൂട്ടി കാണിച്ചപ്പോ ഇത് അല്ലേ? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ അത്ര വാല്യൂ കയറേണ്ടതല്ലേ? അല്ലേ? അപ്പൊ അത്രയും മൂല്യം കൂടി നമ്മുടെ ഇത് കൂടേണ്ടതല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? 2.5 ലക്ഷത്തോടെ കൂട്ടി. അടുത്ത ഇൻ മാർച്ച് 2022 ഗുഡ്സ് ഓഫ് 2 ലക്ഷം സോൾഡ് ആൻഡ് ഡെലിവേർഡ് വർ ടേക്കൺ ഇൻ ദ സെയിൽസ് ഫോർ ഏപ്രിൽ 2022. അപ്പൊ അടുത്ത കൊല്ലാണ് അതിന് സെയിൽസ് കാണിച്ചുള്ളൂ. ആദ്യം സെയിലും കാണിച്ചില്ല. സെയിൽ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലാഭം കൂടിയില്ലേ? അത് കൂടിയിരുന്നോ? ഇല്ല. അപ്പൊ നമ്മളിവിടെ കൂട്ടി കാണിച്ചു. അത് അടുത്ത പീരീഡിലേക്കാണ് നമ്മൾ കൂട്ടിയത്. ശരി, ഇക്കൊല്ലത്തായിരുന്നു. അപ്പൊ നമ്മൾ ഇക്കൊല്ലത്തിന്റെ ലാഭത്തില് അത് കൂട്ടി കാണിച്ചു. ഇനി ഇൻ മാർച്ച് 2022 ഗുഡ്സ് ഓഫ് 2 ലക്ഷം സോൾഡ് ആൻഡ് ഡെലിവേർഡ് വർ ടേക്കൺ. അല്ല, അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഗുഡ്സ് കോസ്റ്റിംഗ് 75,000 were sent on sale or return in 31st March 2022 മാർക്ക്. കോസ്റ്റിംഗ് ആട്ടോ ഇവിടെ പറഞ്ഞേക്കണേ, ശ്രദ്ധിച്ചോളൂ. അറ്റ് 33.13% ഓൺ കോസ്റ്റ്.
ദോ അപ്രൂവൽ വാസ് ഗിവൺ ഇൻ ഏപ്രിൽ 2022. ദീസ് വർ ടേക്കൺ ആസ് സെയിൽസ് ഫോർ മാർച്ച് 2022. അത് നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ സെയിലാണോ? അല്ല. കഴിഞ്ഞ കൊല്ലത്തെ സെയിലാണോ അത്? അല്ല. അത് നമ്മുടെ കമ്മിങ് ഇയറിലെ സെയില, വരാൻ പോണ വർഷത്തിലെ സെയില. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തിൽ അത് എന്തായിട്ട് കാണിച്ചവര് സെയിലായിട്ട് കാണിച്ചു. എത്ര രൂപ കൂട്ടിയിട്ടുണ്ടാവും? 75,000 രൂപ കോസ്റ്റിംഗ് ആണ്. 75,000ന്റെ കൂടെ അതിന്റെ 1/3 ഡിവൈഡഡ് ബൈ 3, 25,000 പ്ലസ് ഈക്വൽ ടു. അപ്പൊ എത്രയാ? 1,00,000 രൂപ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തിൽ സെയിൽ കൂടിക്കെടുക്ക. അതിന് കുറക്കണ്ടേ? ഒഴിവാക്കണ്ടേ? പ്രോഫിറ്റ് കുറയില്ലേ? അപ്പൊ 1,00,000 കുറച്ചു അല്ലേ? 1,00,000 അവിടെ കുറച്ചു, 75,000 അവിടെ കുറച്ചു. 1,00,000 സെയിലിൽ കുറച്ചു, 75,000 എന്തിൽ കുറച്ചു? പോസ്റ്റില്. അതായത് 75,000ന്റെ സ്റ്റോക്ക് നമ്മുടെ ഇത് കൂടല്ലേ? എന്ത് 75,000 ക്ലോസിംഗ് സ്റ്റോക്കിൽ വാല്യൂ കൂടല്ലേ? ക്ലോസിംഗ് സ്റ്റോക്കിൽ വാല്യൂ കൂടണം, നമ്മുടെ ലാഭത്തിൽ കൂടില്ലേ? കൂടും. സെയിലിൽ അനാവശ്യമായിട്ട് കുറഞ്ഞത് നമ്മൾ റിവേഴ്സ് ചെയ്യണ്ടേ? നെറ്റ് എഫക്റ്റീവില് ശരിക്കും എന്തിന്റെ വ്യത്യാസമുള്ളൂ? 25,000ന്റെ ഡിഫറൻസ് ആണ് ഉള്ളോ? ക്ലിയർ ആണോ? ഇനി ഈ സാമ്പിളിന്റെ കാര്യത്തില് ഒരു കാര്യം നമ്മൾ എഴുതാൻ വിട്ടുപോയി. എന്താ? അഡ്വർടൈസ്മെന്റിന്റെ എക്സ്പെൻസ് വരില്ലേ? എക്സ്പെൻസ് നമ്മുടെ ലാഭം കുറയ്ക്കില്ലേ? അത് കുറയ്ക്കണ്ടേ? ക്ലോസിംഗ് സ്റ്റോക്കിൽ കൂടി, അത് നമ്മളിവിടെ എഴുതി. ഈ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഇൻക്രീസ് ആണ് എഴുതിയേക്കണേ. ഇതെന്താ? എക്സ്പെൻസിന്റെ ഇൻക്രീസ് ഇല്ലേ? ഇത് നമ്മുടെ ലാഭം കുറയ്ക്കില്ലേ? അപ്പൊ അത് രണ്ട് സൈഡിലും എൻട്രി വരും. ക്ലിയർ അല്ലേ? ഇതിന് വ്യത്യാസം ഉണ്ടാവില്ല. ഇത് മാർജിൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് രണ്ടിനും എൻട്രി വന്നേക്കണം. അപ്പൊ നെറ്റ് എത്ര വന്നു? 10,40,000 അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് വന്നു. ഇനി ക്വസ്റ്റ്യന്റെ തുടങ്ങിയപ്പോ എത്ര ഉണ്ടായിരുന്നു? 3 ഉണ്ടായിരുന്നേ. പർച്ചേസസ് കൂട്ടാത്തത് 2,50,000 കൂട്ടണ്ടേ? അപ്രൂവലിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ ക്ലോസസ് കൂട്ടണ്ടായില്ലേ? ഇപ്പൊ 77 കൂട്ടി. ക്ലിയർ അല്ലേ? അതുകൂടി വന്നു. ഇപ്പൊ ടോട്ടല് 7,00,000 വന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കി. എന്തായാലും നമ്മൾ ചെയ്യാത്ത കൈൻഡ് ഓഫ് ചോദ്യ. നേരത്തെ കൂട്ടി ചെയ്തു. 30th ജൂണിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരണുള്ളൂ. അപ്പൊ പർച്ചേസസ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സെയിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം സാധാരണ പോലെ. അതായത് ഈ ട്രാൻസാക്ഷനില് 31st മാർച്ച് ഇവിടെയല്ലേ? ഇതൊരു 15th ഏപ്രിലാന്ന് വിചാരിക്കും. ഇത് 22nd മാർച്ചാ. ഇവർക്ക് എന്തോ വലിയ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യണം. വേണ്ടേ? അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദിവസം കൂടിയുള്ള പർച്ചേസസ് ആഡ് ചെയ്യണം. സെയിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഔട്ട് ഓഫ് ദ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് ഗുഡ്സ് കോസ്റ്റിംഗ് 2,40,000 പേർ അൺസോൾഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 23rd ജൂൺ തുടങ്ങിയിട്ട് 30th ജൂൺ വരെയുള്ള കാര്യമായിട്ട് പറയണേ. 2,40 കൂടി നമ്മള് കൺസൈൻമെന്റിന് അയച്ചിട്ട് നമ്മൾ ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അത് ആഡ് ചെയ്യാ അല്ലേ? 2,40, 48ന്റെ കൂടെ ആഡ് ചെയ്തു. അടുത്തത് പർച്ചേസസ് ഓഫ് 4,00,000 വേർ മെയ്ഡ് ഔട്ട് ഓഫ് വിച്ച് ഗുഡ്സ് വർത്ത് 1,60 വേർ ഡെലിവേർഡ് ഓൺ 5th ജൂലൈ 2022. നമ്മൾ 4,00,000 നമ്മൾ എന്ത് മേടിച്ചു? മുന്നേ കൂട്ടി മേടിച്ചു. 5th ജൂലൈയിലാണ് നമുക്ക് ഇത് എന്ത് ചെയ്തേക്കണേ? കിട്ടിയേക്കണേ. അപ്പൊ നമുക്ക് ഈ 4,00,000 കൂടി നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഗുഡ്സിൽ വരേണ്ടതല്ലേ? നമ്മൾ ആഡ് ചെയ്യണ്ടേ? അതായത് മനസ്സിലായ? ഈ 4,00,000 മേടിച്ചതിൽ 1,60,000 മാത്രമാണ് നമുക്ക് പിന്നീട് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിനെ 2 തിരിച്ചു വരും. ഒന്ന് സ്റ്റക്കാണോ? അപ്പൊ സ്റ്റക്കാണ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കില് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് 2,40 നമ്മുടെ പർച്ചേസ് ചെയ്തേക്കണേ. 1,60 എന്താ? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റാ. അതായത് രണ്ടും നമ്മളുടെ ഇപ്പൊ വാല്യൂയിൽ വരേണ്ടതാ. പക്ഷെ ഒരെണ്ണത്തിന് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞിട്ടും ബാക്കിയുള്ളതിനെ ക്ലിയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടും കാണിക്കണം. അത്രേ ഉള്ളൂ. രണ്ടും നമ്മളുടെ ഈ പീരീഡിന്റെ ഉള്ളിലേക്കുള്ളത് തന്നെയല്ലേ? രണ്ടും ആഡ് ചെയ്യാനുള്ളതാ. 4,00,000 ആഡ് ചെയ്താലും ശരി തന്നെയാണ്, പറ്റുന്നില്ല. പക്ഷെ രണ്ടായിട്ട് തന്നെ കാണിക്കുക. അടുത്തത് സെയിൽസ് ഓർ 13,60,000 വിച്ച് ഇൻക്ലൂഡഡ് ഗുഡ്സ് വർത്ത് 3,20,000 സെന്റ് ഓൺ അപ്രൂവൽ ബേസിസ്. ഹാഫ് ഓഫ് ദീസ് ഗുഡ്സ് വേർ റിട്ടേൺഡ് ബിഫോർ 30th ജൂൺ 2022. സെയിൽ 13,60 അല്ലേ? അതിന് നമ്മൾ എന്തായിട്ട് തിരിച്ചു? 3,20
10.2 ലക്ഷമാണ് വരണേ. ആണോ? 10.4 സ്ഥലത്ത് ഇതില് എന്ത് വന്നു? 1/2 തിരിച്ചു വന്നു. ഇത് ബാക്കി എത്രയുണ്ട്? 1/6 ഉണ്ട്. 1/1.6 ബാക്കിയുണ്ട് അല്ലെ? എന്തായിരുന്നു കാര്യം? സെയില് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒഴിവാക്കി കളയണം. 13,60,000 ഒഴിവാക്കി കളയണം. അതിൽ 10,40,000 എന്തായാലും ഒഴിവാക്കി കളയണം, സംശയമില്ലല്ലോ. ഈ 3,20,000 സെന്റാണ് അപ്രൂവൽ, അത് ഒഴിവാക്കി കളയണ്ട. പക്ഷെ അതിൽ പകുതി നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഒഴിവാക്കി കളയാം? 10.4 പ്ലസ് 1.6 ഒഴിവാക്കി കളയാം. 12 ആണെങ്കിൽ ഒഴിവാക്കി കളയാം അല്ലേ? 12 ഒഴിവാക്കി കളഞ്ഞു. ഇനി ഈ 12 എന്തുണ്ട്? പ്രോഫിറ്റിന്റെ എലമെന്റ് ഇല്ലേ? അത് എത്രയാ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ? കോസ്റ്റ് പ്ലസ് 25%. അപ്പൊ സെയിൽസിന്റെ എത്ര ശതമാനം? കോസ്റ്റിന്റെ 1/4. അപ്പൊ സെയിൽസിന്റെ 1/5 അല്ലേ വരാ? അപ്പൊ 20%. അപ്പൊ 12 ഈ -20%. അപ്പൊ 9.6% ലാക്കാണ് വരാം ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വാല്യൂ അല്ല. വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഹവർ ഗുഡ്സ് കോസ്റ്റിംഗ് 2.40 സോൾഡ് ഫോർ 1.20 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്ര? 1,20,000 നഷ്ടം വന്നിട്ടില്ലേ? അപ്പൊ 2,40,000 അല്ലേ ലാഭം വിചാരിച്ചേക്കണേ അല്ലേ? അതിൽ 1,20,000 എന്തുണ്ട്? നഷ്ടം വേറെ വന്നിട്ടില്ലേ? അതിന്റെ ഒരു നെറ്റ് എൻട്രി ഇട്ടേക്കണേ. നെറ്റ് എൻട്രി പറഞ്ഞുതരാം ആദ്യം. 13,60,000 നമ്മുടെ ആക്ച്വൽ എൻട്രി. ഇത് 2-3 കോംപ്ലിക്കേറ്റഡ് ഉണ്ടോ? 13,60,000 ആണ്. അതിൽ 1,20,000 അബ്നോർമൽ സെയിൽ ആണല്ലോ അല്ലേ? ഈ റിട്ടേൺ എത്രയുണ്ട്? 2.50. അപ്പൊ ഇത് രണ്ടും കൂടി കുറച്ചപ്പോ 10.80 നമ്മുടെ വരാം. 10.80ന്റെ 20% അടിച്ചു. അപ്പൊ 2,16,000 വരില്ലേ? ഈ ലോസ് ഓൺ സെയിൽ ഓർ അപ്രൂവൽ ബേസിസ് 1.20. അപ്പൊ എത്ര വന്നു? 96,000 വന്നു ഗ്രോസ് കോസ്റ്റ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? ഈ 96,000 മാത്രം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? 2.40 നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇവിടേക്ക് മാറ്റി. 2.40ന്റെയും 1.20 അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് 1.20 നമ്മൾ ഓടിക്കിട്ടത്. ക്ലിയർ ആണോ? ക്ലിയർലടാ? സംശയമില്ലല്ലോ. ഇനി ഗുഡ്സ് സെന്റ് ഓൺ അപ്രൂവൽ ബേസിസ്, അത് സെയിൽസിലല്ലേ വാല്യൂ എടുക്കണേ അല്ലേ? അതിനെ കോസ്റ്റിലാക്കിയിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഇതില് അളവില് കൂട്ടി കാണിക്കേണ്ടത്. 1,60,000 80% നമ്മൾ കാണിക്കണ്ടോ? ഈ 1.28 വരും. അത് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 7.68 വന്നു. അത് നമ്മൾ ആഡ് ചെയ്തപ്പോ 55.68 വന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 11,04,000 കുറച്ചു. 14,64,000 വന്നു. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ പ്രധാനപ്പെട്ടത് കേട്ടോ. അങ്ങനെ ഇത് പോസ് ചെയ്തു കഴിഞ്ഞിട്ടോ? അല്ല, സ്റ്റോപ്പ് ചെയ്തു.